മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. ഞാൻ അതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങി ഉണരുന്ന ഗാനമാണ് 20-ാം നൂറ്റാണ്ട് മൂളും ഗാനം. ഇന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാനാളം. നിന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാനാളം. ആ വിളക്കിൻ ജ്വാലാനാളം. ഭീതിക്കാളാകിലോരാതഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടുമപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ. ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. ലോകേശൻ സൃഷ്ടി ചെയ്യുന്നിഹ മുഹുരപിമാം രക്ഷ ചെയ്യുന്നു വിഷ്ണു. ശ്രീകണ്ഠൻ സംഹരിക്കുന്നിവർ മമ ചിര സംസാരഹേതുക്കളല്ലോ. ശോകം ചേർക്കുന്ന ജന്മക്ഷയരുജകളശേഷം കെടുക്കും കടാക്ഷം തൂകും തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. മാതാവെപ്പോൽ മനസ്സിൽ കരുണ ജനകരെ പോലവേ ക്ഷേമചിന്ത. ഭ്രാതാവെപ്പോലെ ഏന്തുന്നിതു ഹൃദി സഹജ സ്നേഹവും മോഹമന്യേ. വേദത്തെ പോലെയോതുന്നറിവും നൃപതിയെപ്പോലെ പാലിച്ചിടുന്നീ മേലല്ലോർത്താലെനിക്ക് ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേ. ധീമാന്നാചാരലോപം സുഭഗദൃഢശരീരന്നു കാമാപവാദം. ശ്രീമാനിൽ ശ്രീമതം ശിക്ഷിതനിലതനു ദുർവാരവൈദൂഷ്യഗർവം. ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ. ഭൂമാനൻ ദേശികേന്ദ്രൻ
പുനരിവയെ നിനച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേ. വേറല്ലോ വക്രശോഭ മമ ഗുരുവിനു വേറിന്നു മന്ദസ്മിതാഭ. വേറാകാരങ്ങൾ വേറാസ്ഥിതിഗതി ധൃതി ഗാംഭീര്യമൗദാര്യമെല്ലാം വേറത്രേ ശിഷ്യവാത്സല്യവും ഇവയെ വിശേഷിച്ചു ചിന്തിച്ചു മോദാൻ കൂറാർന്നുള്ളത്തിലേന്തി ഗുരുപദയുഗളം സന്തതം ഞാൻ തൊഴുന്നേ. വിദ്വാൻ വിദ്വജ്ജനങ്ങൾ കലസനലസരായുള്ളോർക്കുമജ്ഞർക്കുമജ്ഞൻ വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ ബഹുവിലസിതമായി ഹന്ത ബാലർക്കു ബാലൻ സദ്യോഗീന്ദ്രേർക്കു യോഗീശ്വരനഥ സകല ജ്ഞാനിനാം ജ്ഞാനിവാര്യൻ. സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവരനിൻ അൻപിൽ ഞാൻ കുമ്പിടുന്നേ. പ്രകൃതി സുന്ദരമായ പ്രകൃതി രമണീയമായ ഈ പുണ്യമായ സ്ഥലത്ത് എത്താൻ സാധിച്ചതും നിങ്ങളെയൊക്കെ കാണാനും സംവദിക്കാനും ഒക്കെ കഴിഞ്ഞത് ഗുരു എനിക്ക് തന്നൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുകയാണ്. ശിവഗിരിയില് അറിവിന്റെ അമ്മയായ ശാരദയെ പ്രതിഷ്ഠിച്ച് തന്നിട്ട് ഗുരു നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ശിവഗിരി ശാരദാ പ്രതിഷ്ഠയാണ്. ഗുരുവിന്റെ ദർശനവും ഗുരുവിന്റെ വാണികളും ഉള്ളിലേക്കാകണം. അതിനാണ് നമ്മൾ ഉത്സവം നടത്തുന്നത്. അത് ഞാൻ തുടങ്ങി വെച്ചത് ശിവഗിരിയിൽ ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള 3 പ്രതിഷ്ഠകളാണ് ഉള്ളത്. ഒന്ന്, ആദ്യത്തെ പ്രതിഷ്ഠ ഏതാ? ഉറക്കെ പറഞ്ഞേ. അരുവിപ്പുറം പ്രതിഷ്ഠ. അതിന്റെ വർഷം എന്നാ? 138. മറന്നു പോകില്ലല്ലോ. 1888 ശിവഗിരിയിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. പിന്നീട് ഗുരുവിന്റെ നിരവധി പ്രതിഷ്ഠകൾ അതിനുശേഷം ഗുരു നടത്തി. ഞാൻ വരുന്ന പൂത്തോട്ടം ഉൾപ്പെടെ നടത്തി. പിന്നീട് ഗുരു നടത്തുന്ന പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠ. പിന്നെയുള്ളത് ആലുവ അദ്വൈതാശ്രമം. ഇത് 3മാണ് ഗുരുവിന്റെ സങ്കല്പത്തിലെ പ്രതിഷ്ഠകൾ. അതില് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു അവിടെ എങ്ങനെയാണ് ഒരു ക്ഷേത്ര സങ്കല്പം ഗുരുവിന്റെ സങ്കല്പത്തിൽ എങ്ങനെയാണ് നമ്മോട് കാണിച്ചു തന്നു. നമ്മൾ കണ്ണ് തുറന്ന് കാണണം, മനസ്സ് തുറന്ന് മനസ്സിലാക്കണം, ചെവി തുറന്ന് കേൾക്കണം, ഗുരുവിനെ പഠിക്കണം. ഇവിടെ ഗുരു പറയാണ്, ശാരദ എന്ന ആ അറിവ് ഗുരുസ്വരൂപത്തിൽ വെച്ചിട്ട് പറയാണ്, ശാരദയെ കാണാൻ ചെല്ലുന്ന ആ ഭക്തനും ആ ദേവിയും ഒഴികെ അതിൻ്റെ ഇടയിൽ ഉത്സവങ്ങളോ മറ്റാചാരങ്ങളോ ഒരു ചന്ദനത്തിരി പോലും കത്തിച്ചു വെച്ചിട്ട് ആ പവിത്രതയെ ശാന്തതയെ കെടുത്തരുതെന്നാണ് ഗുരു പറഞ്ഞത്, അല്ലെ? എന്നിട്ട് അവിടെ ഉത്സവം എങ്ങനെയാ നടത്തിയെന്നറിയോ? 3 ദിവസം അറിവിന്റെ ജ്ഞാനോത്സവം. 3 ദിവസവും ഗുരുവിന്റെ വചനങ്ങളെ നിരന്തരം പറഞ്ഞും കേട്ടും അത് ധാരാളം ആളുകൾ അത് കേട്ട് ശ്രവിച്ച് അറിവുള്ളവരായി അവരുടെ ജീവിതത്തിന്റെ സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും എത്തുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ ഭാരവാഹികള് എത്രയോ ഇപ്പൊ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയ ഉത്സവം നമ്മൾ നടത്തുമ്പോൾ എന്തിനാണ് അത് എന്ന് ഓരോരുത്തരും ഹൃദയത്തിൽ തൊട്ട് ചോദിക്കണം. എന്തിനായിരിക്കണം? ഇവിടെ ഉത്സവം നടത്തിയാലേ, പൂജ നടത്തിയാലേ, വഴിപാടുകൾ നടത്തിയാലേ ഭക്തരായ നമ്മൾ ഇങ്ങോട്ട് വരുള്ളൂ. ഇവിടെ ഒരു പ്രസംഗം മാത്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വരുമോ? ഇല്ല. ഗുരു പറഞ്ഞ സങ്കല്പത്തിൽ പ്രതിഷ്ഠകളൊന്നും വേണ്ട, സർവ്വതും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനുണ്ടല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരുമോ? നിങ്ങൾ തന്നെ ഉത്തരം പറയും, വരുമോ? ഇല്ല. അപ്പൊ നമ്മളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ പരിപാടികളെല്ലാം നടത്തി ഗുരുവിനെ ആരാധന ചെയ്ത് പൂജിച്ചതിന് ശേഷം ഇവര് തരികയാണ്, ഗുരുവിന്റെ വാണികളെ നിങ്ങൾ ശ്രവിക്കണമെന്ന്.
നമ്മളോട് ഈ അങ്ങേ തിരുവുള്ളൂറിയ ഒരൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം. അങ്ങയുടെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന അൻപാണ് നമ്മളെ ഒരുമിച്ചിരുത്തിയിരിക്കുന്ന ഈ SNDP യോഗം അല്ലെ. ആ അൻപ് അതിൻ്റെ ഉള്ളിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഒരു ഗുരുവിനെ, ജ്ഞാനസ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ ഒരു മഹാഗുരുവിനെ, ഒരു വിശ്വഗുരുവിനെ ആരാധന ചെയ്യാനും പഠിക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ ഒരു പരബ്രഹ്മസ്വരൂപനായ ഒരു ഗുരു കയ്യൊപ്പിട്ട ഒരു സംഘടനയിലെ അംഗമാകുക എന്നുള്ളതും ആ സംഘടനയിലെ നയിക്കുക, നമ്മളെയൊക്കെ നയിക്കുന്നവരെ ഇവര് നയിക്കുക എന്നുള്ളതും ഗുരു കൽപ്പിച്ച് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ നമ്മളുടെ വലിപ്പം എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നത് എന്നെല്ലാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? വെറുതെ ഒന്ന് ഓരോരുത്തരും ചോദിച്ചു നോക്കിയേ. ജീവിച്ച് ഒരു പരിധി കഴിഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയ കുട്ടികളാണ്, ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാവും. പഠിക്കണം, ജോലി കിട്ടണം, വിവാഹം ചെയ്യണം, പിന്നെ ചോദിക്കുമ്പോൾ അവസാനം പിന്നെ സുഖമായിട്ടിരിക്കണം എന്ന് പറയും. അപ്പോൾ ജീവിതത്തിന്റെ അവസാന ലക്ഷ്യം എന്താ? സുഖമായിരിക്കുക, ശാന്തമായിരിക്കുക. പഠിക്കുന്നത് സുഖം കിട്ടാനാ, ജോലി കിട്ടുന്നതും അതെ, വിവാഹത്തിനും അതെ, വീട് വെക്കുന്നതും അതെ, കാറ് വാങ്ങുന്നതും അതെ. എന്ത് നമ്മൾ ചെയ്യുന്നോ എല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സുഖം കിട്ടുന്നുണ്ടോ? ആരോടെങ്കിലും ഒന്ന് അടുത്ത് നിന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ഒരു ദുഃഖത്തിന്റെ വലിയ ഒരു സാഗരം ഇങ്ങനെ ഇളകി വരും അല്ലെ. അപ്പൊ സുഖം ഈ ഭൗതിക വസ്തുക്കൾ തേടി അല്ലെങ്കിൽ എത്ര കൂട്ടി വെച്ചാലും മനുഷ്യന് എന്തില്ല? പറഞ്ഞേ, ശാന്തിയില്ല, സമാധാനമില്ല. കാരണം സുഖം ബാഹ്യവസ്തുക്കളിലല്ല ഇരിക്കുന്നത്, ആത്മാവിന്റെ സ്വരൂപമാണ് സുഖമെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ശാന്തമായിരിക്കാൻ സാധിക്കും ഒരു ഗുരുസവിധത്തിലിരുന്നാൽ അല്ലേ. ഇവിടെ ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വന്ന് കണ്ണ് നിറച്ച് ആ ദുഃഖങ്ങളൊക്കെ സ്വാമിയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു വരുമ്പോ നമുക്ക് കുറെ മനസ്സിന് ശാന്തത കിട്ടും അല്ലെ. ആ ദുഃഖങ്ങൾ കേൾക്കാൻ ഒരു ഗുരുവല്ലേ നമുക്ക്. ഒരു ശരീരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ശരീരം നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു കോലത്തുകരയിൽ വെച്ച് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ശരീരം ഉണ്ടാകുന്നതിന് മുന്നിലും ഉറക്കെ ഇങ്ങോട്ട് പറഞ്ഞേ, അറിവായ നാം ഉണ്ടായിരുന്നു, ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടുവരിക്കും. ഇപ്പൊ നമുക്കൊരു വിഗ്രഹമായി നമ്മൾ ഗുരുവിനെ ആരാധന ചെയ്യുന്നു. ഇനി എന്താ ആരാധന? അതായി മാറുക, ഗുരുവായി മാറുക, ഗുരുവിലുള്ള മൂല്യങ്ങൾ നമ്മളിലേക്ക് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കിട്ടുമ്പോൾ ഗുരുവിനുള്ള അനുകമ്പ കിട്ടണം, കരുണ കിട്ടണം, നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അതാണ് നമ്മുടെ അനുഗ്രഹം. അപ്പോ പക്ഷെ നമ്മൾ എന്തിനാ ഗുരുവിന്റെ അടുത്ത് വരണേ, ക്ഷേത്രത്തിൽ പോണേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ തുച്ഛമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങണം. അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഭക്തിയുടെ ലക്ഷ്യം അതല്ലേ. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ലോകം തേടുന്ന ഗുരുദർശനമാണ്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് എന്താണ് ഈശ്വരഭക്തി, ആരാണ് ഗുരു, ആരാണ് ദൈവം. നമുക്ക് വേർതിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ. കാരണം ശ്രീനാരായണ ധർമ്മം എന്ന കൃതി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ശ്രീനാരായണ ധർമ്മം എന്ന കൃതി നമ്മൾ കേട്ടിട്ടില്ല. 1924 ഗുരു നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നിത്യജീവിതം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് കൃത്യമായി ഗുരു രേഖപ്പെടുത്തി. ഗുരുവിന്റെ ശിഷ്യന്മാർ ഗുരുവിനോട് സംശയം ചോദിക്കുകയും ഗുരു അതിന് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് ശ്രീനാരായണ ധർമ്മം എന്ന ശ്രീനാരായണ സ്മൃതി. നമ്മൾ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ആ സ്മൃതി നോക്കിയാ ജീവിക്കേണ്ടത്.
ഈ കലിയുഗത്തിലുള്ള സ്മൃതി ഗ്രന്ഥമാണ് കുടുംബ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾ. അതിന് എങ്ങനെ ജീവിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വർഷത്തിൽ ഒരിക്കലാണെന്ന് തോന്നുന്നു പ്രഭാഷണങ്ങൾ കേൾക്കണോ? അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയുടെ വിദ്യാരംഭം എങ്ങനെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് പേരിടൽ എങ്ങനെ, അതിന് എന്നാണ് ചോറ് കൊടുക്കേണ്ടത്, ആരെ കൊണ്ടാണ് എഴുത്തിനിരുത്തിക്കേണ്ടത്, ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എങ്ങനെ, വിവാഹം എങ്ങനെ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന അമ്മയും അച്ഛനും സങ്കല്പിക്കേണ്ടത് എന്ത്, അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ എന്ത്, മരണാനന്തര ക്രിയകൾ നടത്തുന്നത് എങ്ങനെ, ഇങ്ങനെ വിവാഹത്തിനുള്ള പൊരുത്തങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഭഗവാൻ തന്നിട്ട് എത്ര വർഷമായെന്നറിയോ? 100 വർഷം കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞു. 2025 എത്തിയപ്പോ ശ്രീനാരായണ ധർമ്മത്തിന്റെ 100 വർഷം എത്തിയിട്ടും പാവങ്ങളായ നമ്മളുടെ ഉള്ളിലേക്ക് അതൊന്നും എത്തിയിട്ടില്ല. നമ്മൾ ഭക്ത മനസ്സുകളായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭഗവാന് നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഈ ദുഃഖവും ദുരിതവും ഒക്കെ ചോദിക്കാൻ മാത്രമല്ലേ നമുക്കറിയുള്ളൂ. അതല്ലാതെ മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ചിന്തിക്കാൻ കഴിവുള്ള ശക്തിമത്തരമായ മനസ്സുള്ള ഒരു മനുഷ്യ ജന്മമായി നമ്മൾ ഇങ്ങനെ ജന്മം എടുക്കുന്നത്. ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഒരു പട്ടിയോ പൂച്ചയോ ഒരു പാമ്പോ ഒക്കെ ജീവിക്കുന്നത് പോലെ ആഹാരം കഴിച്ച് ഇണതേർന്ന സന്തതികൾ ഉണ്ടായി അങ്ങ് ചത്തുപോകാനുള്ളതല്ലല്ലോ മനുഷ്യ ജീവിതം. അല്ല, ഗുരു പറഞ്ഞു തന്നു, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം, അങ്ങയിലേക്ക് ചേരണം. ചേർന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറ്റും? ഈ ജനിമരണ ചുഴിയിൽ നമ്മൾ പെട്ടുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ഗുരുവിന്റെ ദർശനം എന്തെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ സംഘടനയിൽ ഇരിക്കുമ്പോൾ ഏകദേശം 200 കുടുംബാംഗങ്ങളുള്ള ഒരു ശാഖായോഗമായത്. ഈ 200 കുടുംബങ്ങളുടെയും ഒരുമിച്ചുള്ള സഹകരണം, ആ സംഘടനയിൽ ഒരുമിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിവിടെ എത്ര മാറ്റം വരുത്താമെന്നറിയോ? ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ഒന്നിനോടൊന്ന് ചേരില്ല. ഒരാള് സ്വാമിയോട് ചോദിക്കുക, ഈഴവർക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ നല്ല ഊർജ്ജസ്വലത കാണുന്നുണ്ട് സ്വാമി. അപ്പൊ സ്വാമി പറഞ്ഞൊരു വാക്കാണ്, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ഒന്നിനോടൊന്ന് ചേരില്ല. ഇപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ഇല്ല. ഭഗവാൻ പല 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 ഉദാഹരണങ്ങളും വെച്ച് തന്നുകൊണ്ട് സംഘടന കൊണ്ട് ശക്തരാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഗുരു ചൂണ്ടിക്കാണിച്ചു, ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലെ വിഗ്രഹം ഉത്സവ സമയത്ത് പ്രതിഷ്ഠാവേളയില് ഗുരു ചോദിക്കുന്നുണ്ട്, ഈ സുബ്രഹ്മണ്യ ഭഗവാന് അഭിഷേകം നടത്തുവാൻ അഭിഷേക വസ്തുക്കൾ കൊണ്ടുവന്നവർ മുൻപോട്ട് കയറി വരുമെന്ന് പറഞ്ഞു. ഓരോരുത്തരും ഓരോ വസ്തുക്കളുമായിട്ട് മുന്നോട്ട് വന്നു. അതിനകത്ത് പഞ്ചാമൃതം ഉണ്ടായിരുന്നു, ഭസ്മം ഉണ്ടായിരുന്നു, കളഭം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരെങ്കിലും തേൻ കൊണ്ടുവന്നിട്ടുണ്ടോ? തേൻ. അത് കൊണ്ടുവന്നവരും അവിടെ ഉണ്ടായിരുന്നു. ഗുരു ചോദിച്ചതാണ്, ഏകതയുടെ പ്രതീകമായ തേൻ കൊണ്ടുവന്നിട്ടുള്ളവർ കൊണ്ടുവരൂ. എന്തിനാ സ്വാമി അങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ തേൻ ഉണ്ടാക്കുവാൻ ഒരു തേനീച്ച ഒരുമിച്ച്, അതായത് പല നിറത്തിലും പല വലിപ്പത്തിലും പല സ്വാദുകളിലുമുള്ള പുഷ്പങ്ങളിൽ നിന്ന് കൈമേയ് മറന്ന് ഒറ്റക്കെട്ടായി തേൻ ശേഖരിച്ചത് വിഴുങ്ങി തൻ്റെ ഉള്ളിലെയുള്ള എൻസൈം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടിലിട്ട് അടച്ച് തേനാക്കി മാറ്റുന്ന ആ ഒരുമ, എന്നിട്ട് ഗുരു പറയാണ് ഐകമത്യത്തിന്റെ പ്രതീകമായ തേൻ എന്ന ഗുരു പറഞ്ഞത്. എന്നിട്ട് ഗുരു പറയാ, എന്തിനാ നാം ഇങ്ങനെ ഗുരു പറഞ്ഞത് എന്ന് വെച്ചാൽ, തേനീച്ചകളെ പോലെ സംഘടിച്ചു നിൽക്കണം. ആരെ പോലെയാ? തേനീച്ചകളെ പോലെ. അല്പസ്വല്പമായ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തുമുണ്ടാവും. കാരണം പലരും പല സംസ്കാരങ്ങളിൽ പെട്ടവരും പല കുടുംബങ്ങളിൽ പെട്ടവരുമാണ്. ഒരിടത്ത് താഴുമ്പോൾ ഒരിടത്ത് ഉയരുമ്പോൾ ഒരിടത്തൊന്ന് നിമിഷം താഴ്ന്നു കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ
എത്രയോ ശ്രേഷ്ഠമായി നമ്മളുടെ ശാഖയും നമ്മുടെ ഭരണവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോ ഒരു ക്രൈസ്തവ സംഘടനയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആ സംഘടനയുടെ കരുത്ത് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഞായറാഴ്ച ഒരു പള്ളിയുടെ മുമ്പിലൂടെ നമ്മളൊന്ന് പോയി നോക്കണം. പള്ളിയുടെ മണിമേടകൾ നിറഞ്ഞു കവിഞ്ഞ് പുറത്തു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ എങ്ങനെ ആളുകൾ ഒത്തുകൂടുന്നു. ഈ ഒരു സംഘടനാ പാഠവം നമുക്കില്ലാതെ പോയത് കൊണ്ടാണ് പുരോഗതിയിൽ നിന്ന് നമ്മളെ അധോഗതിയിലേക്ക് തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, ഗുരു കയ്യപ്പെട്ട സംഘടനയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് ആദ്യം നമ്മൾ ഇരിക്കുന്ന ഇടത്തിന്റെ ശ്രേഷ്ഠതയെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ഈശ്വരഭക്തി എന്നുള്ളത്? ഇപ്പോ ഞാൻ എല്ലാ വേദികളിലും നിരന്തരം പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ പണിയെടുക്കുന്ന സമ്പത്തിന്റെ, ജോലി ചെയ്യുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ദേവഗണമായി സമർപ്പിക്കേണ്ടതുണ്ട്. അത് സമർപ്പിക്കാതെ മാതാപിതാക്കളുടെയോ ഗുരുക്കന്മാരുടെയോ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ആ ജീവിതം, അത് നമ്മൾ പണിയെടുത്ത് നേടുന്ന സമ്പത്തിന്റെ ഒരംശം ദേവഗണമായി കൊടുത്തില്ലെങ്കിൽ ധർമ്മത്തിൽ ച്യുതി ഉണ്ടാകുന്ന പറഞ്ഞു അല്ലെ? ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ നമുക്ക് മാസത്തിലോ അതുപോലെയുള്ള പ്രത്യേക ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന ഗുരുവിനെ കാണാൻ വരുമ്പോഴൊക്കെ നമ്മളുടെ കയ്യിലെ നമ്മളുടെ അധ്വാനത്തിന്റെ ഓരോ അംശം അവിടെ സമർപ്പിക്കുക. അല്ലാതെ നമ്മൾ പണിയെടുത്ത പൈസയും കൊണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഓടരുത്. എന്തിനങ്ങനെ പറഞ്ഞെന്നറിയോ? നമ്മൾ ഇപ്പോഴും ജ്യോത്സ്യന്മാരുടെ പുറകെയും വീട്ടിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന അപ്പ ഓടും ജ്യോത്സ്യന്റെ അടുത്തേക്ക്. ആ ജ്യോത്സ്യൻ പല പല ക്ഷേത്രങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ആയിരിക്കും ആകെ കഷ്ടപ്പെട്ട് കടക്കെണിയിലായി ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പറയാണ് 10,000 രൂപയുടെ വഴിപാടുകൾ ഇന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്തു. പാവങ്ങൾ ഈ 10,000 രൂപ പിന്നെയും കടം വാങ്ങിച്ചിട്ട് ഓടും. എന്നിട്ട് പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓടേണ്ടി വരണത്? ഈശ്വരന് നമ്മുടെ സമ്പത്തൊന്നും ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിനെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിലനിർത്തുന്ന ജഗദീശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ജഗദീശ്വരന്റെ പ്രതീകമായാണ് നമ്മൾ എവിടെയൊക്കെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ. അപ്പോൾ എവിടെ ചെന്നാലും തൊഴുന്നത് ഒരാളെ ആണെങ്കിൽ കാശും മടക്കി ഓടേണ്ട കാര്യമുണ്ടോ? സർവമംഗള സ്വരൂപനായ പരബ്രഹ്മ സ്വരൂപനായ ഒരു ഗുരുവിനെ കുലത്തിൽ കെട്ടിയിട്ടും ഇവിടുന്ന് ഈ മണ്ണിൽ നിന്ന് നമ്മൾ പൈസയും കൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയല്ലേ? അല്ലേ? അപ്പോ നേടിയെടുക്കുന്ന, നമ്മൾക്ക് മിച്ചം വയ്ക്കുന്ന പൈസയുടെ ഒരു അംശം നമ്മളുടെ ഭണ്ഡാരത്തിലേക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾ കാഴ്ചകൾ കാണാൻ വേണേ പൊക്കോ, പക്ഷേ സമ്പത്ത് വേറെ എങ്ങും കൊണ്ട് കൊടുത്തേക്കരുത്. കാരണം എന്തിനെങ്ങനെ പറയും? ഇത് എന്റെ വാക്കല്ല, ഗുരുവിന്റെ വാക്ക്. എന്താന്ന് വെച്ചാൽ അവരവർ പണിയെടുക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരംശം ദേവഗണമായി അതാത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുമ്പോൾ ആ ധനം ആ പ്രദേശത്തെ ജനങ്ങളുടെ സർവതോമുഖമായ വളർച്ചയ്ക്കും ആ പ്രദേശത്തെ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അഗതികളായ ആളുകളുടെ ജീവിതത്തിന്റെ വെളിച്ചത്തിനുമൊക്കെ ആയിട്ട് ചെലവഴിക്കണം എന്നാ പറഞ്ഞത്. ഇത് നമ്മൾ കൊണ്ടേ വലിയ മഹാക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ടേ ഈ പൈസ ഇട്ടാൽ നമ്മുടെ കാര്യം സാധിക്കുമെന്നാണോ നമ്മൾ കരുതണത്? ആണോ? നമ്മൾ കൊടുക്കുന്ന ചീട്ടെഴുത്തുന്ന വഴിപാട് പോലും അവർ കഴിക്കുന്നുണ്ടോ? അറിവില്ലാത്ത മക്കളായി ഗുരുവിന്റെ മക്കൾ വളരരുത്. ഈ സമ്പാദ്യം നമ്മുടെ പ്രദേശത്തെ വളർച്ചയ്ക്കും വികസനത്തിനു വേണ്ടി മാത്രം ചെലവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഈശ്വരന് നമ്മുടെ സമ്പത്ത് വേണ്ട. കാരണം നമ്മുടെ ശരീരം സൃഷ്ടിച്ച്, പഞ്ചഭൂതാത്മകമായ ഈ ശരീരം സൃഷ്ടിച്ച് അതിനകത്തേക്ക് ഒരു എരി കൊളുത്തിയപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും വിദ്യാഭ്യാസവും വിവാഹവും സകലതും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് എത്ര പൈസ കൊടുത്താലും മാറ്റാൻ പറ്റില്ല. പ്രാരബ്ധ കർമ്മമായി നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന കർമ്മങ്ങൾ കടന്നു പോകുക തന്നെ വേണം. ഇത് ഗുരു പറയുന്നു. ആത്മോപദേശ ശതക ഗുരു പറയുന്ന 4 വരിയുണ്ട്. വിധി വരച്ചതു മാറി വരാൻ പണി,
ശിവശതകം. പ്രതിവിധിക്കുമകറ്റരുതായത് ഇതി പറഞ്ഞു വരുന്നു മഹാജനം, മതിയിലൊന്നടിയെന്നറിയേണ അരുളേണമേ. എന്ന് വെച്ചാല് വിധി വരച്ചു വെച്ച വിധിയും കൊണ്ട് വന്നവരാ. അനേകം ജന്മങ്ങളുടെ വിത്തുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മവാസനകളാണ് നമ്മുടെ ജന്മമായി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ വെച്ചിരിക്കുന്ന വിധി മാറ്റി വരയ്ക്കാൻ, അതിന്റെ പ്രതിവിധി ചെയ്യാൻ അനുഭവിക്കലല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഗുരു പറയുന്ന ഒരു ആശ്വാസം എന്താണെന്നറിയോ? ഈ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളിൽ ഈശ്വരനൊരു എരി കൊളുത്തി വെച്ചിട്ടുണ്ട്, ആത്മചൈതന്യം. നമ്മളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മളുടെ ദുഃഖങ്ങളെ തരണം ചെയ്യുവാൻ സഹായിച്ചുകൊണ്ട് ഈശ്വരൻ കൊളുത്തി വെച്ച ഒരു വിളക്ക് എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. ഏത് ദുഃഖം വരുമ്പോഴും അതിനെ തരണം ചെയ്യാനുള്ള വെളിച്ചം നമ്മൾ അവിടെ നിന്നാ നേടണത്, പൈസ കൊണ്ട് കൊടുത്തിട്ടല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഉള്ളിൽ ഈശ്വരൻ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാമോ? ആ വിളക്കിന്റെ പേരെന്താ? ആത്മാവെന്ന് പറയൂല്ലേ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനൊന്നമൃത് നൽകി വളർത്ത ശംഭോ. കരഞ്ഞു പോകും നമ്മൾ പിണ്ടനന്ദി വായിക്കുമ്പോ. നന്ദിയില്ലാത്ത ലോകത്ത് ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്ന, മക്കളെ കൊല്ലുന്ന, വിദ്യ പകർന്നു നൽകിയ ഗുരുനാഥന്മാരെ കൊല്ലുന്ന, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്ത്, നന്ദിയില്ലാത്ത ലോകത്ത് നന്ദിയുള്ളവരായി മനുഷ്യൻ ജീവിക്കണം. അതിൽ ആദ്യം നന്ദി കൽപ്പിക്കേണ്ടത്, നന്ദി പറയേണ്ടത് ജഗദീശ്വരനോടാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിളക്ക് തെളിച്ചു തന്നത് കൊണ്ടല്ലേ, ആ വിളക്കിന് എരിയുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ കാണാനും മഹാഗുരുവിന്റെ അടുത്ത് വരാനും ഒക്കെ സാധിച്ചത് അല്ലേ? ആത്മാവിന്റെ വിളക്കല്ലേ, വെളിച്ചമല്ലേ കണ്ണിലൂടെ കാഴ്ചയായിട്ട് വരുന്നത്. ഇത് വേദാന്താണോ? മനസ്സിലാവോ ഇങ്ങനെ പറഞ്ഞ? ടഫായി തോന്നണുണ്ടോ? നമ്മുടെ ഉള്ളിലെ വിളക്കല്ലേ കണ്ണിലൂടെ കാഴ്ചയായിട്ട് പ്രകാശിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ ഉള്ളിലെ വിളക്കല്ലേ ചെവിയിൽ ശബ്ദമായി വരുന്നത്. നമ്മുടെ ഉള്ളിലെ വിളക്കല്ലേ നാവിൽ രുചിയായിട്ട് വരുന്നത്. നമ്മുടെ ഉള്ളിലെ വിളക്കല്ലേ മൂക്കിൽ ഗന്ധമായി വരുന്നത്, ത്വക്കിൽ സ്പർശമായി വരുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഒഴുകുന്ന വെളിച്ചം എവിടെ നിന്ന് വരുന്നതാ? നമ്മളിൽ നിന്ന് വരുന്നതാ അല്ലെ? നമ്മൾ ഈശ്വരൻ കൊളുത്തി വെച്ച വിളക്കിൽ നിന്ന് വരുന്നതാ. ഇതറിയലാണ് മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ അറിവ്. സ്പിരിച്വാലിറ്റി എന്നുള്ളത് അവനവനെ പഠിക്കുന്നതാണ്. അകലങ്ങളിൽ ഇരിക്കുന്ന അത്ഭുതമല്ല ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് പറഞ്ഞു തരുന്ന ദൈവം. അവനവനിൽ തന്നെ ഇരുന്ന് പ്രകാശിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഗുരു ദൈവചിന്തനത്തിൽ പറയാ, കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. നമ്മുടെ അവസ്ഥയാ. കയ്യിലിരിക്കുന്ന ഈശ്വരൻ എന്ന നിധിയെ അറിയാതെ എവിടേക്കോ പോയി എന്തൊക്കെയോ ചോദിക്കാൻ ഓടുന്ന നമ്മളുടെ അജ്ഞതയെ കുറിച്ച് ഗുരു പറയണത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ പഞ്ചഭൂതങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ ഭൂതവും ഭാവിയൊക്കെ അവിടെ എണ്ണിപ്പിടിക്കലുണ്ടല്ലോ. മണ്ണും ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി, 5 എലമെന്റ്സ് ഈ ലോകത്തുള്ളൂ. ആ എലമെന്റ്സിനെ അറിയാൻ 5 ഇന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട്. 6ാമതൊരു എലമെന്റ് ഇവിടെ ഇല്ല. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ വേണ്ടി ഈശ്വരൻ എണ്ണി പിടിച്ചപ്പോൾ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്ത കർമ്മവും അവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞ അതിനെ തിരുത്താൻ ആർക്കും പറ്റില്ല, ഈശ്വരന് പോലും പറ്റില്ല. കാരണം എന്താ? കർമ്മഫലമായി നമ്മളിവിടെ വന്നു കഴിഞ്ഞു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ജ്ഞാനഗുരുവിനെ കുലത്തിൽ കിട്ടിയവർ എന്ന നിലയിൽ അറിയേണ്ടത്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങയെ അറിഞ്ഞ് ജീവിക്കാനുള്ള, എന്നെ അറിഞ്ഞ് ജീവിക്കാനുള്ള, ഈ ലോകത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള അറിവെനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മൾ കൂട്ടിവെച്ച നമ്മളുടെ സമ്പത്തോ, നമ്മളുടെ മക്കളോ,
അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം എൻ്റെ 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 എന്ന് കരുതി ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ട് അതിനോട് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തു നിന്ന് പോകും. അങ്ങനെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് ഈശ്വരൻ കൊളുത്തി വെച്ച ആ വിളക്ക്. ആരെല്ലാം തള്ളിക്കളയുമ്പോഴും നമ്മൾ ഇരുന്നു കൊണ്ട് പ്രഭ ചൊരിയുന്ന ആ ഒരു ആത്മവിളക്കുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതാണ് ഈ അറിവില്ലായ്മയാണ് മനുഷ്യനെ കൊന്നൊടുക്കുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. ഈ ഒരു അജ്ഞതയാണ്. പിന്നെ ഈശ്വരനെ തേടിയുള്ള മനുഷ്യന്റെ ഓട്ടം. ഇലന്തൂരൊക്കെ വരുമ്പോ മനുഷ്യനെ കൊന്നിട്ട് മനുഷ്യ മാംസം ഭക്ഷിക്കുന്നത് വരെ എത്തിയിരിക്കുന്നു. കുറച്ച് അത് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാ ഭൗതിക സുഖങ്ങൾ കിട്ടുന്നത് ചോദിച്ചു വാങ്ങുന്നത് മറ്റെവിടെ നിന്നോ ആണെന്ന് കരുതിയിട്ട് ഏതോ മന്ത്രവാദിനികളുടെ കയ്യിലും പൂജാരികളുടെ കയ്യിലും ജ്യോത്സ്യന്മാരുടെ കയ്യിലും പിടിയിലൊക്കെ നമ്മൾ ചെന്ന് പെടുന്ന എന്തുകൊണ്ടാ ഈശ്വരൻ എന്തെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്ന വിളക്കാണ് ആ ജഗദീശ്വരൻ എന്ന് അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരുടെ ആ പാഴ്വാക്കുകളിൽ ചെന്ന് വീണ് നശിച്ചു പോകുന്നത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ഓടുന്നത് അല്ലേ. ഇപ്പോ അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ ഒരംശം നമ്മൾ ദേവാലയങ്ങളിൽ കൊടുക്കുമ്പോൾ ബാക്കി ധനം നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആർഭാടങ്ങൾ ഒഴിഞ്ഞതായിരിക്കണം. ഗുരുവിന് നല്ല നിർബന്ധമുള്ള കാര്യമാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ധനം ദുർവിനിയോഗം ചെയ്യരുത്. ഇപ്പൊ ഇവിടെ നമുക്ക് സർപ്പപൂജയുണ്ട്, നമുക്ക് ധാരാളം നിങ്ങളുടെ നോട്ടീസിൽ നിരവധി പൂജകളും എല്ലാം ഉണ്ട്. എല്ലാം നല്ലതിനുണ്ട്. എല്ലാം ഈശ്വരന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഓരോ പൂജകളും. അപ്പൊ സർപ്പപൂജയും എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലെ. സർപ്പപൂജ നടക്കുമ്പോഴാണല്ലോ ഗുരു പറഞ്ഞത്, അവിടെ വെച്ചാണ് ഗുരു പറഞ്ഞത്, മനുഷ്യൻ അവനവന്റെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ കൂട്ടരുത്, കുറയ്ക്കുകയാണ് വേണ്ടത്, കൂട്ടരുത്. സമ്പത്ത് നശിപ്പിക്കരുത് എന്ന് ഗുരു പറഞ്ഞു. ആ സമ്പത്ത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയും കുടുംബ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കണമെന്ന് ഗുരു ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ്. തുള്ളുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതല്ലേ, സർപ്പം തുള്ളല് വരുന്ന സമയത്ത് എന്താ കൊടുത്തേ? പൂങ്കുല, അടക്കാമരത്തിന്റെ പൂങ്കുല കൊടുത്തു എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് പൂങ്കുല കൊടുക്കും, തുള്ളും, എന്ത് ചെയ്യും? വലിച്ചെറിയും. പിന്നെ വേറെ കൊടുക്കും, അതും വലിച്ചെറിയും. അവസാനം ഗുരു ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. കുന്നുകൂട്ടി അടക്കാമരത്തിന്റെ പൂങ്കുലകൾ കുന്നുകൂട്ടി വെച്ചേക്കുന്നു, കരിക്കുകൾ വെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. എന്നിട്ട് തുള്ളി കഴിഞ്ഞിരിക്കുമ്പോ എന്ത് ചെയ്യും? ഈ കരിക്ക് വെട്ടി ഇളനീരങ്ങ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഗുരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് ഈ വേലിയിലെ തൂപ്പില്ലേ, തൂപ്പ്, ആ തൂപ്പ് ഒടിച്ചു കൊടുത്താൽ പോരെ തുള്ളാൻ? ഈ അടക്ക, ഈ പൂങ്കുലയിലെ ഈ വിത്തുകളെല്ലാം അടക്കയായി മാറട്ടെ. അതാണ് ഗുരുവിന്റെ യുക്തി. ആ അടക്ക അത് വിറ്റ് മനുഷ്യന്റെ വിശപ്പടക്കാനും ഉപജീവനത്തിന് വേണ്ടി ഉപകരിക്കട്ടെ. ഇതിൽ യുക്തിയില്ലേ? നിങ്ങൾ പറയും, ഇതിലെ യുക്തിയില്ലേ? ഈ യുക്തിയാണ് നമുക്ക് ഗുരു പഠിപ്പിച്ചു തരുന്നത്. ഇനി ഈ കരിക്കുകളെല്ലാം തേങ്ങയാകട്ടെ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഗുരു ശക്തമായ ഭാഷയിൽ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. തെറ്റായ വിശ്വാസങ്ങളിലേക്കും തെറ്റായ ആചാരങ്ങളും ഒക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, നല്ല രാമച്ചമിട്ട് തിളപ്പിച്ച വെള്ളം മൺകലത്തിൽ ഒഴിച്ചിട്ട് അത് കപ്പുകൊണ്ട് കോരി തലയിൽ ഒഴിച്ചു കൊടുക്കൂ. ഈ കരിക്കൊക്കെ എന്തായി മാറട്ടെ? തേങ്ങയായി മാറട്ടെ. അത് വിറ്റ് മനുഷ്യന് ജീവിതത്തിന് ഉപകരിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാ ഗുരു അങ്ങനെ പറഞ്ഞത്? ഈശ്വരൻ എന്നത് ഇത്തരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം തന്നെ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുന്നതിനുള്ളതാണെന്നും അല്ലാതെ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് കടന്നു പോകാനുള്ളതല്ല എന്നും പറഞ്ഞു. എങ്ങനെയാ കേരളത്തിൽ സർപ്പാരാധന വന്നത്? ഈ പ്രകൃതിയിലെ സകലതിനെയും സംരക്ഷിക്കേണ്ടതാണ്. എല്ലാത്തിനും ഈശ്വരീയത്വം കൽപ്പിച്ചിരുന്നു ഋഷീശ്വരന്മാര്. അപ്പോ പാമ്പുകളെയും സർപ്പക്കാവുകളും കുളങ്ങളും എല്ലാം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാ. അപ്പോൾ എന്ത് ചെയ്തു? ഈ പാമ്പുകള്
അന്ന് കാലത്ത് ഈ പാമ്പ് വിഷത്തിന് മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് പാമ്പിനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ കുളങ്ങൾ നികത്തുകയോ കാവുകളിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ പാടില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ്, ഈ പാമ്പിന്റെ ബേസിലാണ് പേടിപ്പിച്ചത്, അല്ലേ? ഒരു സാധു ജീവി, അതിന്റെ 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 ബലത്തിൽ ഇന്ന് എന്താ പറയാ, സർപ്പദോഷമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മുടെ ഓട്ടത്തിന് കുറവുണ്ടോ? എത്ര ജ്യോത്സ്യന്മാരുടെ പിടിയിലാണ് നമ്മൾ പെട്ടിട്ട് ഇങ്ങനെ ഈ അന്ധമായ ധാരണകൾ വെച്ചുകൊണ്ട് നമ്മുടെ സമ്പത്ത് ചെലവാക്കി നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വളരെ യുക്തമായ രീതിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഒരു ജനി നവരത്ന മഞ്ജരി പറയുന്നുണ്ട്, എന്താ? നീനായതും ഭവതി, പറഞ്ഞേ, മാനായതും ജനനി, നാരിയും നരനും ആനാഗവും നരകവും, നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി, അവോ നാടകം നിഖിലവും. മീനായത്, വെള്ളത്തിൽ കൂടെ പോകുന്ന മീനായത്, കാട്ടിലൂടെ ഓടുന്ന മാനായത്, അല്ലേ? പിന്നെന്താ? മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഖഗം, പാമ്പായത് നീ, ചലിക്കാതെ നിൽക്കുന്ന പർവ്വതമായ ഇഴഞ്ഞു പോകുന്ന പാമ്പായതും, നഖം ഇളകാതെ നിൽക്കുന്ന പർവ്വതമായതും, ചിറക് വെച്ച് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയായതും, അല്ലെ? നരനായതും നാരിയായതും, നീ എല്ലാത്തിനെയും താങ്ങുന്ന ഈ ഭൂമിയായതും നദിയായതും എല്ലാത്തിനെയും അറിയുന്ന ഈ ഞാനായതും ഭവതി, എല്ലാതുമായിരിക്കുന്നത് ഒരേ ഒരു ഈശ്വര ശക്തിയാണെങ്കിൽ അതിൽപ്പെട്ടതല്ലേ പാമ്പും, അതിൽപ്പെട്ടതല്ലേ നമ്മളും, അതിൽപ്പെട്ടതല്ലേ ആകാശത്തോടെ പറക്കുന്ന പക്ഷിയൊക്കെ? ഗുരുവിന്റെ കൃതികളെ പഠിക്കുമ്പോൾ നല്ല യുക്തചിന്തയോടുകൂടി പഠിച്ചാൽ മതി. അത് നമ്മളെ ഒരിക്കലും അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതല്ല. അപ്പോ അങ്ങനെ എല്ലാത്തിനും ദൈവികത്വം കൊടുക്കുമ്പോൾ നമ്മൾ നാഗത്താണ് ദൈവികത്വം കൊടുത്തത് എന്തിനാ? ഈ കാവും കുളവും ഒക്കെ വെട്ടി നശിപ്പിക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ എന്താ പറയാ, ഊഷ്മളതയും ആർദ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അന്ധവിശ്വാസമാക്കി എടുത്തുകൊണ്ട് അതിന്റെ ബേസിൽ ക്ഷേത്രങ്ങൾ വളരുന്നു, ജ്യോത്സ്യന്മാർ വളരുന്നു, മറ്റ് ബിസിനസ്സുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ചൂഷണം ചെയ്യുന്നത് നമ്മളെ അന്ധവിശ്വാസത്തിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ പറയണത്? വളരെ ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് നേരായ രീതിയിൽ കൊണ്ടുപോകാനാവുകയുള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ് ഭഗവാന്റെ വിഗ്രഹങ്ങളായി എല്ലായിടത്തും ഉള്ളത്. എല്ലാ ദൈവങ്ങളും, നമ്മൾ ഇന്ന് ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും ഗുരുസ്വരൂപമായിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ, രാമായണം വായിക്കുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഭഗവാനും ഇത് ഗുരുവാണെന്നാണ് നമ്മുടെ സങ്കല്പം, അല്ലെ? ഒന്ന് പറഞ്ഞേ. അത് രാമരാമ ചൊല്ലുന്ന ഭഗവാനും ഇത് കുട്ടിയമ്മയ്ക്കും മാടനാശാനും ജനിച്ച ശരീരത്തോടെ വന്ന ഒരു ഗുരു, അല്ലെ? ഈ രാമനും ആർക്ക് ജനിച്ചതാ? അയോധ്യയിലെ ദശരഥനും കൗസല്യക്കും ജനിച്ച ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച രാജാവായിരുന്നില്ലേ? എന്താ നമ്മൾ ചിന്തിക്കാത്ത? എങ്ങനെ നമ്മൾ ഗുരുവിന്റെ മക്കളാ. എന്തും ഏതും യുക്തിയോടെ ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. നമ്മുടെ ഭക്തിയെ മുതലെടുത്ത് ചൂഷണം ചെയ്യാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. നമ്മൾ പഠിക്കേണ്ടത് ശ്രീരാമൻ എന്ന ഗുരുവിനെയാണ്. ശ്രീരാമചന്ദ്രൻ എന്താണ് ശരിക്കും രാമൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയണ്ട. നമുക്കൊരു വിഗ്രഹം കിട്ടിയാൽ അതിനെ പൂജിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് വല്ലോ തരണേ, ഇത്രയേ ഉള്ളൂ. എന്താണ് രാമൻ പറഞ്ഞത് എന്ന് നമ്മൾ പഠിക്കില്ല. പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന സകലതും നശ്വരമാണെന്നും ഈശ്വരൻ ഇരിക്കുന്നത് നിന്നിലാണെന്നും അതിനെ തെളിയിക്കണമെന്നും ഈ ഭൗതികതയുടെ പുറകെ ഓടി ഓടി ഓടി
നശിച്ചു പോകാനുള്ളതല്ല ജീവിതമെന്നും ദുഃഖത്തിന് പരിഹാരം അവനവന്റെ ഉള്ളിലുണ്ടെന്നാ പറഞ്ഞത്, അല്ലേ? ഇനി അതുപോട്ടെ, ഭഗവത്ഗീത മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതിൽ നമ്മള് കൃഷ്ണനെ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവരെയും ഒരു ആരാധന. ഇപ്പൊ ഗുരുവിനെ നമുക്ക് എന്താ ഇഷ്ടം? നമ്മള് പഞ്ചാമൃതം ഒഴിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് ഭഗവാനെ സ്വാമിയോട് കരഞ്ഞ് സങ്കടപ്പെട്ട ഒരു അമ്മ പറഞ്ഞ പോലെ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ സ്വാമിയുടെ അടുത്ത് കരയും. കുറെ കരയുമ്പോൾ സ്വാമി എന്നെ ആശ്വസിപ്പിക്കും. പാവത്തിന് അത്ര അറിയുള്ളൂ, നമുക്കൊക്കെ അത്ര അറിയുള്ളൂ, അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു പടി ഉയരണം. ഒരു പൂജാ വിഗ്രഹം മാത്രമല്ല നമുക്ക് സ്വാമി, മറിച്ച് അറിവന്റെ സ്വരൂപമാ ഗുരു. ആ അറിവ് നാം എന്ന അന്ധകാര ജടിലമായ മനസ്സുള്ള ഒരു വ്യക്തിയെ ആ ഇരുട്ടിൽ നിന്ന് അകറ്റി ആത്മവെളിച്ചത്തിലേക്ക് നയിച്ച് ഈ പ്രപഞ്ചത്തോളം വിസ്തൃതമായ ഒരു വിശ്വമാനവികനാക്കാനുള്ള ഒരു മഹത്തായ ഒരു മനുഷ്യനാക്കാനുള്ള ജ്ഞാനം ഗുരു നമുക്ക് തന്നിട്ടുണ്ട് 64ഓളം കൃതികളിലൂടെയും. ആ ഗുരുവിനെ പൂവിട്ട് പൂജിച്ച് മാത്രം പോയാൽ നമുക്കത് കിട്ടില്ല. ഗുരുവിന്റെ കൃതികൾ പഠിക്കണം. ഭഗവാൻ എന്തിനാണ് ശരീരം എടുത്തുകൊണ്ട് ഈ കലിയുഗത്തിലേക്ക് വന്നത്? 73 വർഷക്കാലത്തോളം അവിടെ നിന്ന് നടന്നു നീങ്ങിയത് എത്രയും പതിത ജനകോടികളുടെ അവർക്ക് അഭയമായിട്ടാണ് ഇറങ്ങിയത്. അവിടുന്ന് തന്നത് നമുക്ക് പഠിക്കാനാ. ഗുരു നമ്മളോട് പറഞ്ഞു 100 വർഷം കഴിയുമ്പോൾ മാത്രമാണ് ഗുരുവിന്റെ കൃതികളുടെ പ്രഭാവം എല്ലാവരുടെ അടുത്തേക്കും എത്തുകയുള്ളൂ എന്ന്. ഇതുവരെയും നമുക്ക് ഗുരു പൂജാ വിഗ്രഹമാണെങ്കിൽ ആ പൂജാ വിഗ്രഹത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുമ്പോൾ അവിടുന്ന് പറഞ്ഞു തന്ന വാക്കുകളും കൂടി സ്വീകരിക്കണ്ടേ? ഗുരുവിനെ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? ആദ്യമായി ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കോലത്തുകര എന്ന സ്ഥലമാണ്. പോയിട്ടുണ്ടോ നിങ്ങള്? അവിടെ ഗുരുമണ്ഡപത്തിൽ ഗുരുവിന്റെ ഫോട്ടോ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മാലകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ആ എണ്ണച്ചായ ചിത്രം ശ്രദ്ധിച്ചായിരുന്നോ? ഇനി പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഗുരുവിന്റെ ഒറിജിനൽ മുഖമാണ്. കാരണം തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ കൊട്ടാര ആസ്ഥാന ചിത്രകാരനായിരുന്ന കുഞ്ഞകൃഷ്ണക്കുറുപ്പ് ഭഗവാനെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ഭഗവാന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നോക്കി വരച്ച എണ്ണച്ചായ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത് കുമാരനാശാന ഗുരുവിന്റെ 60ാം പിറന്നാളിന്. നമുക്ക് ഗുരുസ്തവമൊക്കെ എഴുതി തന്നില്ലേ? എങ്ങനെ ഗുരുസ്തവം തുടങ്ങണേ? നാരായണമൂർത്തി ചൊല്ലിക്കേ. നാരായണമൂർത്തേ. ഉറക്കെ ചൊല്ലിക്കേ. ആരായുകിലന്ത മൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം, അല്ലെ? ദൈവങ്ങളിൽ ദൈവമായ ആ പരദൈവത്തെ ആദ്യമായി പ്രതിഷ്ഠിച്ചത് എവിടെയാ? മറന്നു പോകരുത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ആര്യപുരം പ്രതിഷ്ഠയുടെ വർഷം എന്നാ? 1-3-8 1888 തങ്കലിപികളിൽ എഴുതണം. കാരണം എന്താന്ന് വെച്ചാല് ആരാധനാ സൗകര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് ക്ഷേത്രത്തിന്റെ മതിലിനും അപ്പുറത്ത് നിന്നുകൊണ്ട് എന്റെ ഭഗവാനെ എന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമായി ഒരു നല്ല ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഓടിയെത്തിയ മനുഷ്യരെ ആട്ടിയകറ്റിയിരുന്ന കാലമുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന ചന്ദനത്തിരിയും കരിക്കും അതുപോലെ തന്നെ പൈസയൊക്കെ വെച്ചിട്ട് ഓടി ഒളിച്ചോളണം, അതിന് അയിത്തമില്ല. നമുക്ക് അയിത്തം ഉണ്ടായിരുന്നു, അല്ലെ? അയിത്തം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഈ അനാചാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹാശിവരാത്രി നാളിൽ 1888 ഒരു മഹാശിവരാത്രി നാളിൽ ഗുരു നമുക്ക് അരിപ്പുറം പ്രതിഷ്ഠ നടത്തി തന്നു, അല്ലെ? ആ അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണല്ലോ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും ആരാധന ചെയ്യാനുള്ള അവകാശം ഉണ്ടായത്. അപ്പൊ ആ മൂല കുടുംബത്തെ മറന്നു പോകാൻ പറ്റുമോ? നമുക്ക്? ഇല്ല. അവിടെ മെന്നും ആ എന്താ പറയാ, ഭഗവാന്റെ കണ്ണീര് ചേർത്ത് വെച്ച് അതിൽ നിന്ന് ഊർന്നു വീണ ആ ഒരു ചൈതന്യത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ച ശിവഭഗവാൻ,
അതിനുശേഷം പ്രതിഷ്ഠിക്കുന്ന ശിവപ്രതിഷ്ഠയിൽ ഒന്നാണ് കുളത്തൂർ കോലത്തുകര, അല്ലെ? അവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം പിന്നെ വെക്കുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ഗുരുവിന്റെ പ്രതിഷ്ഠ, പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. എവിടെയാ? രണ്ടാമത് ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം എവിടെയാ? പോയിട്ടുണ്ടോ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ? ഗുരുവിന്റെ മനോഹരമായ ഒരു പഞ്ചലോക വിഗ്രഹമുണ്ട്. ആ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ നേരത്ത് ഗുരുവിന്റെ ചിത്രം ഫോട്ടോ എടുക്കണ്ടേ? തവറലിക്ക് ഇറ്റാലിയൻ ശില്പിക്ക് അത് വരയ്ക്കണമെങ്കിൽ, ഗുരുവിന്റെ ചിത്രം വരയ്ക്കണമെങ്കിൽ ഗുരുവിനെ കാണണം, ഗുരുവിന്റെ ഫോട്ടോ കൊടുക്കണം. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ബുക്കും പേപ്പറൊക്കെ കൊണ്ട് വരണം കേട്ടോ. എന്നും ഒരു ക്ലാസ്സിന് വരുമ്പോൾ ഒരു ബുക്കും പേപ്പറും കൊണ്ട് വരണം. കാരണം നമ്മൾ ഭഗവാനെ കുറിച്ചല്ലേ കേൾക്കണത്. ഈ കേട്ടത് അത്രയും അന്തരീക്ഷത്തിലേക്ക് പോകാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കണമെങ്കിൽ കുറെ നമ്മൾ കുറിച്ചു വെക്കുന്ന സ്വഭാവം വേണം. അപ്പോൾ KK ശേഖരൻ ഇപ്പൊ എന്താ പറഞ്ഞു വന്നേ? തലശ്ശേരിയിലെ, എന്നോടൊപ്പം വാ, തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ തലശ്ശേരിയിൽ നിന്ന് KK ശേഖരൻ വന്നപ്പോ ഗുരുവിന്റെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ ഗുരുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ അറിയാം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോ ചിലര് പൈസ എടുപ്പോ കണ്ടു, ഇങ്ങനെ പൈസ എടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടെ എന്നെ രക്ഷിച്ചേക്കണേ, എന്നെ മാത്രം രക്ഷിച്ചേക്കണേ ഭഗവാനെ, ഇത് എന്റെ പൈസ, എന്നെ രക്ഷിച്ചേക്കണേ ഭഗവാനെ, അല്ലേ? നമ്മളെങ്ങനെ ഇടും? അപ്പോ ഒക്കെ ഭഗവാൻ അറിയാം നീ എന്ത് വിചാരിച്ചുകൊണ്ടാണ് ആ പൈസ സമർപ്പിച്ചതെന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാം. ഇതെവിടെ പറഞ്ഞേക്കണേ? എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. ഭഗവാൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ, അല്ലെ? ഇല്ലാരുമിങ്ങ് അടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞരുതിലേറി വരുന്ന ശംഭോ. എല്ലാം നിന്നിൽ സമർപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ ഭക്തനെ നീ മാത്രമേ ഉള്ളൂ, നേരായി വന്നിടുക, വേറാരുമില്ല ഗതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം തേടിയിരിക്കുന്ന എന്നെ നീ ഉപേക്ഷിച്ച് കളഞ്ഞാൽ വേറാരുമില്ല ഗതി, അല്ലെ? എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ആ പരഗതി അരുളിയിടാൻ പറഞ്ഞ് നിൽക്കുന്നില്ലേ ഭഗവാന്റെ അടുത്ത്? അപ്പൊ പറഞ്ഞു വന്നത്, ശേഖരനോട് ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ചിത്രം എടുക്കാൻ വന്നതല്ലേ? അതെ. അവിടെ ചോദിക്കുക, ഈ നാണയത്തിലെ പോലെ ചരിഞ്ഞിരുന്നു കൊണ്ട് അല്ലേ ശേഖര? കാരണം ശേഖരന്റെ മനസ്സിൽ അവിടെ നിന്ന് പോരുമ്പോഴേ ചരിഞ്ഞിരുന്നു കൊണ്ടുള്ള ഒരു പടം എടുക്കണം എന്നായിരുന്നു. ശേഖരന് ആകെ ഒരു ജാളി, ഗുരു ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത്, അല്ലെ? നമ്മൾ അവിടെ പോയിട്ട് ചിന്തിക്കണൊക്കെ ആരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, നാണയത്തിലെ പോലെ ചരിഞ്ഞിരുന്നു കൊണ്ടല്ലേ ശേഖര? അപ്പോ അതേ സമയം എന്നിട്ട് സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതേ ഒരു മാവിലെ അവിടെ മാങ്ങ നിൽക്കുന്നുണ്ട്, ആ മാവ് ഒരെണ്ണം പഴുത്തിരിപ്പുണ്ട്, അതിന്റെ പടം പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ചോദിക്കുകയാണ്, അതിന്റെ രസപ്പടം പിടിക്കാൻ പറ്റുമോ? മാങ്ങയുടെ രസം മധുരമല്ലേ, മധുരം ഫോട്ടോ എടുക്കാൻ പറ്റുമോ? സ്വാമി ചോദിക്കുന്നതിലൊക്കെ ഉണ്ടല്ലോ ഒരു ജന്മത്തിന്റെ ചിന്തിച്ചാലും പറ്റാത്തത്ര ചിന്തിച്ചാലേ ഉത്തരം പറ്റുള്ളൂ. അപ്പൊ ശേഖരൻ പറയാണ്, രസപ്പടം പിടിക്കാൻ പറ്റുമോ എന്ന്. ശേഖരൻ ഒന്നും മിണ്ടുന്നില്ല. മാങ്ങയുടെ ബാഹ്യരൂപം മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, രസപ്പടം എടുക്കാൻ പറ്റില്ല. അതുപോലെ ഭഗവാന്റെ ബാഹ്യരൂപം മാത്രം ആരാധന ചെയ്ത് ദുഃഖ നിവൃത്തിക്കായി പൂജകൾ സമർപ്പിച്ചു പോകുന്ന നാം ഭഗവാൻ പറയണത് പഠിക്കണമെന്ന് ഭഗവാൻ അവിടെ വെച്ച് KK ശേഖരനോട് പറയാ. നമ്മുടെ വാക്ക് പിടിക്കാൻ പറ്റുമോ ശേഖര? ഗുരുവിന്റെ ഭക്തന്മാരായ നമ്മള് ഗുരു പറഞ്ഞ വാക്കുകൾ പഠിച്ച് അനുസരിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അതല്ലേ ഭഗവാൻ പറഞ്ഞത്? നമ്മുടെ വാക്ക് പിടിക്കാൻ പറ്റുമോ? ഇന്ന് നമുക്ക് മൊബൈലിൽ പ്രസ് ചെയ്തിട്ട് വാക്ക് പിടിക്കാം. അന്ന് അങ്ങനെയൊന്നും സമ്പ്രദായങ്ങൾ കണ്ടെത്തിയിട്ടില്ല, ടെക്നോളജി വളർന്നിട്ടില്ല. അന്നും ഗുരു ചോദിക്കുക, ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഗുരുവിന് നമ്മൾ കൊടുക്കുന്ന ബാഹ്യ പൂജയേക്കാൾ അധികം ഇഷ്ടം ഏതാ? നിങ്ങൾ തന്നെ പറ. ഗുരു പറഞ്ഞത് അനുസരിക്കുമ്പോഴാണ്. അപ്പൊ ഇനി ഭക്തി പ്രസ്ഥാനം ഇനി ഓടുവോ?
ഓടുവോ? ജോത്സ്യന്മാര് പറയണ ചാട്ടും കൊണ്ട് മേടിക്കാൻ, കടം വാങ്ങിക്കാൻ, പലിശയ്ക്ക് പണം എടുക്കാൻ ഓടുവോ? ഓടുവോ? ആദ്യം പറഞ്ഞു ഗുരുവിന്റെ വാക്ക് ഓർത്തോളം എന്താ? വിധി വരച്ചത് മാറി വരാൻ പണി തിരുപ്പണിപെടും. പ്രതിവിധിക്കും അകറ്റരുതായത്. ഒരു പ്രതിവിധി ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല. ഇനി അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോട് എനിക്കതിനെ, എന്റെ ദുഃഖത്തെ തരണം ചെയ്യാൻ കൂടെ ഉണ്ടാകണേ ഭഗവാനെ, ഒരു ഒറ്റ പ്രാർത്ഥന മതി. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അമ്മേ, നമ്മൾ ഇത്രയും കാലം ജീവിച്ചപ്പോ എന്തോരം വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോ ദൈവമേ, ഞാൻ എങ്ങനെയാണ് അതെല്ലാം തരണം ചെയ്തത് എന്ന് ഓർത്തു പോകാറുണ്ട്, അല്ലെ? ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി? പലരും പറയും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഇവിടെ വരെയൊക്കെ എത്തി. എന്ത് പ്രശ്നം എനിക്ക് വരുമ്പോഴും അത് എന്നെ തരണം ചെയ്യിപ്പിച്ചുകൊണ്ട് കൂടെ ആ ഗുരു ഉണ്ട് എന്ന് നമ്മളൊക്കെ എല്ലാവർക്കും അഭിപ്രായം, എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു വാക്കാണ്. അതാണ്, ഗുരുവിനെ വിശ്വസിക്കുമ്പോൾ ആ ഗുരു അറിവായി, ചൈതന്യമായി, ധൈര്യമായി നമ്മോടൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? പൂജയ്ക്ക് ഓരോന്നിനും നിങ്ങൾ എന്താണ് എടുക്കേണ്ടത്? ഗുരുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം, ആരാധന ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്തറിയണം? ഗുരു പറഞ്ഞത് എന്താണെന്നൊന്ന് പഠിപ്പിച്ചു തരാൻ ഈ ശാഖാഭാരവാഹികളോട് പറയാ. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ചെയ്തു തരണം. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം ഞങ്ങൾ തരാം. ഈ മനുഷ്യ ജീവിതം എന്തിനാണെന്ന് ഗുരു പറഞ്ഞു. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു. അത് കേട്ടുപോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞു മക്കളെ ഗുരുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ ആ പഠിച്ചില്ല. ഇനി വരുന്നൊരു തലമുറയെങ്കിലും ഈ ഇരുട്ടിന്റെ ലോകത്തിൽ പെട്ടുപോകാതെ ഈശ്വര വെളിച്ചത്തിന്റെ ഗരുമയിൽ വളരട്ടെ. അതിന് നമ്മുടെ ഗുരുദർശന പഠന കേന്ദ്രങ്ങളെല്ലാം അവിടെ ഊർജ്ജസ്വലമാക്കി കൊണ്ട് പോകേണ്ടതുണ്ട് നാം. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് സ്കിപ്പ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ശ്രീരാമചന്ദ്രനെ നമ്മൾ ദൈവം മാത്രാക്കി വെച്ചു. രാമായണം ഇരുന്ന് ചൊല്ലും, രാമായണ മാസവും നമ്മൾ ആഘോഷിക്കും. എത്ര കാലങ്ങളായി രാമായണ മാസം ആചരിക്കുന്നു? രാമൻ പറഞ്ഞ ഒരു വരിയെങ്കിലും എന്താണെന്ന് നമ്മുടെ ഉള്ളിലേക്കായിട്ടുണ്ടോ? ഗുരു പറഞ്ഞത് തന്നെ അവിടെയും പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? എല്ലാ സ്വപ്ന തുല്യമെന്ന് രാമൻ ലക്ഷ്മണനോട് പറയാ. എല്ലാ സ്വപ്നം നിത്യാഗമം നിജ സ്വപ്നേതാതത. അല്ലയോ ലക്ഷ്മണ, നീ എന്തിനാ ബഹളം വെക്കണേ? ഈ അയോധ്യ കൊണ്ട് എന്താ കാര്യമുള്ളേ? വെറും നശ്വരം. ഈ ശരീരമാണെങ്കിലോ മണ്ണിനുമീതേ കൃമികളായി പോയിടിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോയിടിലാം. നീ എന്തിനു വേണ്ടിയാ ലക്ഷ്മണ അച്ഛനെ കൊന്നിട്ട് എനിക്ക് രാജ്യാധികാരം തിരിച്ചു തരാന്ന് പറയണത്? കാട്ടിലേക്ക് പോകണ്ട ചേട്ടൻ. സ്ത്രീജിതനായ പിതാവിനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് ചേട്ടന്റെ അഭിഷേകം ഞാൻ നടത്തുന്നു പറയുമ്പോ പറയാണ്, എന്നെ കുറിച്ചുള്ള വാത്സല്യം കൊണ്ടല്ലേ ഈ പറയണ. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. കാരണം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സു നോർക്കിൽ നീ. സത്യം അറിഞ്ഞവരിതാ പറയണം. ഗുരു എന്താ പറഞ്ഞത്? ഗുരു നമ്മളെന്താ പറഞ്ഞ? പൊരുളെന്നു മുടമ്പൊടു മക്കളുയർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ശാന്തമായി ഒന്നിരുന്നിട്ടുണ്ടോ? ഇത്രയും കാലങ്ങൾ നമ്മുടെ കടന്നുപോയില്ലേ? പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ, അതിനുശേഷം ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടം, അതിനുശേഷം വിവാഹത്തിന് വേണ്ടിയുള്ള ഓട്ടം, അതിനുശേഷം വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, മക്കളെയും പഠിപ്പിച്ച് ഒരു നിലക്കൊരു ജോലിയുടെ ഒക്കെ വരെ എത്തി. എന്നിട്ടും ദുഃഖം മാറുണ്ടോ? പിന്നെ ഇപ്പൊ മക്കളുടെ മക്കളെ വളർത്തലായി ജോലി. ഇനി എന്തായിരിക്കും അടുത്തത്? അവരുടെ ഒരു വിവാഹവും കൂടി കഴിയണം. അതെങ്ങാനും കഴിഞ്ഞ പിന്നെ എന്താ? അവർക്കൊരു കുഞ്ഞും കൂടി ജനിച്ച് കണ്ടിട്ട് പോണം. ഇതൊക്കെ കണ്ടിട്ട് ശാന്തമായി ഇരിക്കോ അല്ലെ? ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു. ഇതൊക്കെ
ഗുരുക്കന്മാര് കലാകാലങ്ങളിൽ നമ്മുടെയൊക്കെ ഈ ശരീരത്തിന്റെ നമ്മുടെയൊക്കെ ചിന്തയുടെ രീതിയാണ് ആ പറഞ്ഞു വരുന്നത് അല്ലെ. ഇങ്ങനെ ഇത്തമോരോന്നു ചിന്തിച്ചു ചിന്തിച്ചു ചത്തുപോകുന്നു പാവം ശിവ ശിവ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ വളർത്താൻ വേണ്ടി ഓടി 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 അവസാനം ഈ ശരീരം അങ്ങ് ജീർണിക്കും. മനസ്സിന് പണ്ടത്തെ പോലെ ശക്തിയില്ല, കാലുകൾക്ക് ബലം കുറയുന്നു, കണ്ണിന് കാഴ്ച കുറയുന്നു, ചെവിക്ക് കേൾവി കുറയുന്നു, ആഹാര സാധനങ്ങൾ കണ്ടോണ്ടിരിക്കാൻ കഴിക്കാനും പറ്റില്ല. ഈ സമയത്ത് ആര് വളർത്താൻ വേണ്ടിയാണോ ഒരു ജന്മം ഓടിയത്, ആർക്കു വേണ്ടിയാണോ സുഖഭോഗങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ലൊരു സാരി ഉടുക്കാതെ എന്തെങ്കിലും നല്ല ആഹാരം ഉണ്ടാക്കി അത് എന്റെ മകന് ഇതെന്റെ ഭർത്താവിനെ കൊതിയോടെ അത് നോക്കിയിരിക്കും. അമ്മ ഒരിക്കലും കഴിക്കില്ല, ഒന്നും മാറ്റി മാറ്റി വെക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കറി അമ്മ ഉണ്ടാക്കില്ല, എന്റെ മകന് എന്റെ ഭർത്താവിന്, അല്ലെ? അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. നമുക്ക് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം വാങ്ങിയിട്ട് അവർക്ക് ഏറ്റവും മുന്തിയത് വാങ്ങാം. അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട, എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്ന് പറയും, അല്ലേ? പക്ഷെ ഉണ്ടാവും. ഇതെല്ലാം ഒതുക്കി 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 ജീവിച്ച് വളർത്തി വളർത്തി അവരൊരു നിലയിലാവുമ്പോൾ അവർ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കും. അപ്പൊ അമ്മ ഈ പാവത്തിന് ഇതൊന്നും പറ്റാണ്ട അവസ്ഥയാവും. അപ്പൊ ചോദിക്കുമ്പോ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകും മോനെ ചോദിക്കുമ്പോ എന്ത് പറയും? കാലിന് ആരോഗ്യം ഉണ്ടോ? പ്രഷർ ഇല്ലേ? അവിടെ ഇരുന്നോ, ആ കഴിക്കുന്ന എന്തെങ്കിലും മധുരമുള്ള ഒന്ന് താ മോനെ, ഷുഗർ അല്ലേ, കഴിക്കണ്ട. അപ്പൊ ചോദിക്കുക, നിന്നെ വളർത്താൻ എന്റെ ഈ ജന്മം മുഴുവൻ നിന്നെ വളർത്താനല്ലേ മോനെ ഞാൻ ചെലവഴിച്ചത്? ഞാൻ പറഞ്ഞോ? സത്യല്ലേ അമ്മേ? സത്യല്ലേ? ഞാൻ പറഞ്ഞോ? ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗുരു ഇവിടെ പറയാ, പൊരുള് ഉടമ്പ് മക്കള് ഉയർത്തിരള്. ഈ ചിന്തയിൽ ഹോമിച്ച് കളയാനുള്ളതല്ല നിന്റെ ജീവിതം. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ജീവിതങ്ങളുണ്ട്. ആ ജീവിതത്തെ നയിക്കുന്നത് നിങ്ങളാണെന്ന് കരുതാതിരുന്നാൽ മതി. മക്കളെ നോക്കുന്നതും ഭർത്താവിനെ നോക്കുന്നതും അച്ഛനമ്മമാരെ നോക്കുന്നതും എല്ലാം നിങ്ങളാണെന്ന് മനസ്സിൽ കർത്തൃത്വം എടുക്കാതിരുന്നാൽ മതി. അത് ഈശ്വര സങ്കല്പത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇരിക്കാവുന്നത്ര ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക. ഇഷ്ടപ്പെട്ട ഒരു കറിയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടവും കൂടി ഉള്ളതൊക്കെ വെക്കുന്നേ, അല്ലേ? ഇഷ്ടപ്പെട്ട യാത്രയൊക്കെ പോണേ, ഒന്നും നോക്കണില്ല, ഞാനങ്ങ് പോയി. ചില അമ്മമാര് പറയും കടമൊക്കെ ഉണ്ട്, പലിശക്കൊക്കെ എടുത്തിട്ടുണ്ട്, പലിശക്കാരൊക്കെ വരും, ഞാൻ ഒന്നും നോക്കിയില്ല, എനിക്ക് പോണമെന്ന് തോന്നിപ്പോയി, അല്ലെ? കണ്ണുടച്ച് പോയാലല്ലേ നടക്കുള്ളൂ. മാറ്റി മാറ്റി എല്ലാം ചിന്തിച്ച് എല്ലാം കഴിഞ്ഞിട്ടാട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. അപ്പൊ ഇഷ്ടപ്പെട്ട യാത്രകള്, ഇഷ്ടപ്പെട്ട ആഹാരം, ഇത്തിരി വില കൂടിയ ഒരു വസ്ത്രം, അല്ലെ? ഇതൊക്കെ വാങ്ങുമ്പോൾ മാറ്റി 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 വെക്കാതെ ഇത് നമുക്കും കൂടിയൊക്കെ നമ്മുടെ ജീവിതം ശാന്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിഞ്ഞ് എല്ലാ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കാതെ കുഞ്ഞുങ്ങളെ പതുക്കെ 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 സ്വസ്ഥരായി ശാന്തരായി സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിപ്പിക്കണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താലേ നടക്കുകയുള്ളൂ, ശരിയാവുള്ളൂ എന്ന ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ നമ്മൾ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കേണ്ടതാണ് എന്ന ചിന്ത അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, നിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോഴും നിങ്ങൾ ഈ സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഫാനിന്റെ താഴെ ഇരുന്ന് പഠിക്കുമ്പോഴും ഉച്ചയ്ക്ക് കൂട്ടുകാരികളോടൊപ്പം ആഹാരം പങ്കുവെച്ച് കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ലാതെ, ഒന്ന് ആഹാരം കഴിക്കാൻ പോലും സമയമില്ലാതെ കഷ്ടപ്പെടുന്ന, വെയിൽ കൊള്ളുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ പുറത്തുണ്ടെന്ന് ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം അവർ തന്നുവിട്ട ആഹാരം കഴിക്കാൻ എന്ന് മക്കളോട് പറയാറുണ്ട്, അല്ലെ? എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ, അമ്മ ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ അറിയാറുണ്ടോ? അമ്മ രാവിലെ ഉണരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ അറിയാറുണ്ടോ? അമ്മ ഉണരുന്ന എപ്പോഴാന്ന് അവർക്ക് അറിയില്ല, അമ്മ ഉറങ്ങുന്ന എപ്പോഴാണെന്ന് അറിയില്ല. ഞാൻ ഉറങ്ങുമ്പോ അമ്മ ഉണർന്നിരിപ്പുണ്ട്, ഞാൻ ഉണരുമ്പോഴും അമ്മ അടുക്കളയിലുണ്ടാവും, അല്ലെ? അപ്പോ അങ്ങനെ ആരാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കഥാപാത്രമായി അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയും, ഒരു കൈ സഹായം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യണം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഹൃദയത്തിൽ ഓർക്കേണ്ടതാണ്, നമ്മുടെ വയറ്റത്തുള്ള ഒരു പാടുണ്ട്, അല്ലെ? അമ്മയുമായി നമ്മളെ പൊക്കിൾ കൊടിയിലൂടെ നമ്മളെ ചേർത്ത് വെച്ച, അമ്മയിൽ നിന്ന് ആഹാരം വലിച്ചു കുടിച്ച് നമ്മൾ ഇത്രയായി, നമ്മൾ ഈ ജന്മത്തിന് പുറത്തേക്ക് നമ്മളെ വരുന്നത് വരെ ആ അമ്മയോട് ചേർന്നിരുന്ന ഒരു അടയാളം നമ്മുടെയൊക്കെ വയറ്റത്തുണ്ട്. അപ്പൊ അത് ഈ ലോകത്ത് നമ്മൾ ജീവിതം തീരുന്നത് വരെ ആ പാട് എൻ്റെ അമ്മയെ ഓർക്കാനുള്ളതാണ്.
അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒരു കുടുംബ സംഗമത്തിന് മാതൃദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാക്കന്മാരെ ആചരിക്കുന്ന ഒരു ദിവസേ ഞാൻ അവരോട് പറഞ്ഞ ഇതാ, ഈ ഒറ്റ ദിവസം അമ്മയെ ഓർക്കാനുള്ളതാണ് മാറ്റിവെച്ചേക്ക്, വേറെ ദിവസമൊന്നും ഓർക്കണ്ടേ. ഓരോ നിമിഷവും ചിന്തയായി അവര് കഴിച്ച ആഹാരമാണ് നമ്മളായി മാറിയിരിക്കുന്നത്. അമ്മ കഴിച്ച ആഹാരം അല്ലെ, അച്ഛന്റെ ബീജമാണ് നമ്മൾ ഓരോരുത്തരുമായി നമ്മളിൽ വീര്യമായി ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് എൻ്റെ കുഞ്ഞുമക്കളിവിടെ ഇരിപ്പുണ്ട്, എപ്പോഴാണോ മക്കളെ നമുക്ക് അച്ഛനും അമ്മയും ഒരു ഭാരമാണെന്ന് തോന്നി തുടങ്ങുന്നത്? കാരണം ഇപ്പോഴൊക്കെ നമുക്ക് അച്ഛനമ്മമാരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കരുതൽ കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, പഠിപ്പിക്കാനുള്ള എല്ലാം നമ്മൾ ടൂറ് പോകാൻ ചോദിച്ചാൽ, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാം അവര് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും തരും. ഈ തരുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ അവൻ ഇങ്ങനെ നിങ്ങൾക്ക് തന്നോ ആ പുഞ്ചിരിയോടുകൂടി കൊടുക്കാൻ എൻ്റെ മക്കൾ മറന്നു പോകരുത്. ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒരു ഭാരമാണെന്ന് തോന്നി തുടങ്ങുന്നത്, അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെല്ലുകളും രോഗത്തിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരും. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അച്ഛനും അമ്മയെ കുറിച്ച് നമ്മൾ നമുക്ക് അവരോട് അധികപ്പറ്റാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന സമയം നമ്മളിൽ രോഗമായി, നെഗറ്റീവ് എനർജിയായി അത് കൂടിയിരിക്കും, ഒരു സംശയവുമില്ല. അപ്പോ എന്തായാലും കുറച്ച് കുഞ്ഞുമക്കളെ ഈ ഗുരുവിന്റെ തിരുസന്നിധിയില് ഈ ജ്ഞാനവചസ്സുകള് കേൾക്കാനായിട്ട് കൊണ്ട് ഇരുത്തിയ സ്ഥിതിക്ക് നിങ്ങളുടെ സാക്ഷ്യത്തിൽ ഞാൻ ഇവരോട് കുറച്ച് കാര്യം പറയാൻ പോവാണ്. കാരണം മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാരണം ടീച്ചർ ഹൈസ്കൂൾ ലെവലിലുള്ള കുഞ്ഞുമക്കളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറാണ്. ആ നിലയ്ക്ക് ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ആയിരിക്കരുത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടം ബ്രഹ്മചര്യ കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ ഈശ്വരനിൽ ചരിക്കുന്ന കാലം, വിദ്യ നേടുന്ന കാലം. വിദ്യ എന്ന് പറഞ്ഞ അറിവാണ്, അറിവെന്ന് പറഞ്ഞ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ ചരിക്കുന്ന കാലം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് പഠിക്കണം. ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടാത്ത ചിന്തകൾ നമ്മൾ കടത്തി വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം ധാർമ്മികപരമാകുകയോ അത് വെളിച്ചം കാണുകയോ ചെയ്യില്ല. അതുകൊണ്ട് നല്ല ചിന്തകളിലൂടെ ഒരു വിദ്യാർത്ഥി കടന്നു പോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി 3 കാര്യങ്ങൾ വളരെ കൃത്യമായി, കാരണം ഇന്നത്തെ ലോകം തേടുന്ന ഏറ്റവും ആവശ്യം ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജനത ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്കറിയാലോ ഇന്ന് മക്കളെ എളുപ്പത്തിൽ എങ്ങനെ പണം ഉണ്ടാക്കാന്നാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കളെ പലരും ചൂഷണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഗുരു പറയാണ്, ഒരു വിദ്യാർത്ഥി 3 കാര്യങ്ങൾ, എത്ര കാര്യ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥി പാലിക്കേണ്ടതുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണെന്തിനാ? കാണാൻ, നല്ല കാഴ്ച കാണും അല്ലെ? കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണനെ കാണാൻ, നല്ല കാഴ്ച കാണാൻ അല്ലെ? കാത് കേൾക്കാൻ, കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം കേൾക്കാൻ. നല്ല കാര്യങ്ങൾ കേൾക്കണം, നല്ല കാഴ്ചകൾ കാണണം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒരു മര്യാദയും അറിവുമില്ലാത്ത ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുമ്പോൾ അല്ലെ, നമ്മുടെ കണ്ണ് വേണ്ടാത്ത കാഴ്ചകൾ തേടി പോകരുത്, വേണ്ടാത്ത ശബ്ദങ്ങൾ തേടി പോകരുത്, വേണ്ടാത്ത രുചികൾ തേടി ഒന്ന് രുചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ വേണ്ടാത്ത രുചികൾ തേടി പോകരുത് മക്കളെ, വേണ്ടാത്ത സ്പർശങ്ങൾ തേടി പോകരുത്. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഗുരു പറഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥി ബ്രഹ്മചര്യത്തിൽ തെറ്റരുത്. ഒന്നാമത്തെ കാര്യം എന്താ? 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കും. വേണ്ടാത്തടത്തേക്ക് പോകരുത് എന്നർത്ഥം. മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജിന് തിരിച്ചൊരു മറുപടി വിട്ടാൽ മതി. നമ്മൾ എന്നേക്കുമായി ആ ട്രാപ്പിൽ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ. പണ്ടത്തെയൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിച്ചറിയാം, ഒരാളും പ്രണയിച്ചവരെ തല്ലി കൊന്നിട്ടില്ല, മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടില്ല, കുത്തി കൊന്നിട്ടില്ല, കല്യാണ പന്തലിൽ പേര് പിടിച്ചിട്ട് കുത്തി കൊന്നിട്ടില്ല. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ
ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹം അത് ആത്മാവിന്റെ സ്നേഹമാണ്. ആൾക്ക് ഒരാപത്തും പറ്റല്ലേ എന്ന് ഞാൻ മരിച്ചാലും എൻ്റെ പ്രാണനാഥന് യാതൊരു ആപത്തും പറ്റല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുള്ള പ്രണയമായിരുന്നു അല്ലേ പണ്ടത്തെ പ്രണയം. അത് ഹൃദയത്തിൽ ഒരു അനുഭൂതിയായിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. അങ്ങനത്തെ പ്രണയമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇന്ന്. അതെങ്ങനെ ഉണ്ടാവും? പക്ഷേ ഇന്ന് അതല്ല. ഇഷ്ടമൊന്ന് തെറ്റിയാൽ എനിക്ക് വേണ്ടാത്തത്, എനിക്കില്ലാത്തത് ആർക്കും വേണ്ട കത്തിയുമായ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കത്തിയുമായി നശിപ്പിച്ചു കളയാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മനസ്സ് ശ്രദ്ധയും പോകരുത് എന്നർത്ഥം. അപ്പൊ ഒന്നത്. പിന്നെ ഗുരു പറയുന്നത് 2 സന്ധ്യകളിലും ഈശ്വര പ്രാർത്ഥന നടത്തണം. എന്റെ മക്കൾക്ക് ഏതെങ്കിലും നാമം ചൊല്ലാൻ അറിയോ? സന്ധ്യക്ക് പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നവര് ആരുമില്ല. ഭാഗ്യം അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നണോ? അപ്പൊ സാധാരണ ഞാൻ പറയണത് എന്താ അമ്മമാര് പറയണേ? കൈ പൊക്കാത്തതല്ലേ? കൈ പൊക്കി ഞാൻ നിങ്ങളോട് നാമം ചൊല്ലാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് എന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. നാമം ചൊല്ലാൻ നിങ്ങൾക്ക് അറിയണം എന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. 2 സന്ധ്യകളിൽ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയോ പ്രാർത്ഥിക്കണത്? ഈ കലിയുഗത്തിലേക്ക് വന്ന് നമ്മുടെ മനുഷ്യന്റെ മനസ്സുകളിലെ ക്രൂരത ഇരുട്ട് മാറണമെങ്കിൽ നാമജപങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് ഗുരുക്കന്മാർ മുതൽ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തന്നേക്കുക. അച്ഛനമ്മമാര് നാമം ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് വിത്തായി എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുടനീളം നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ സാധിക്കണേ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കണേ. ചീത്ത കൂട്ടുകെട്ടിലേക്ക് എന്നെ പെടുത്തിക്കളയരുതേ ഭഗവാനെ എന്നൊന്നൊരു പ്രാർത്ഥനയോടുകൂടി വേണം മക്കളെ ഇന്നും നമ്മൾ വിദ്യാലയത്തിലേക്ക് ഇറങ്ങാൻ. കാരണം നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ കറക്കി കൊണ്ടുപോകുവാനുമായിട്ട് വലിയൊരു സംഘം തന്നെ ഇന്ന് നിലവിലുണ്ട്. എങ്ങനെയും പണം ഉണ്ടാക്കുക, മയക്കുമരുന്ന് വിറ്റായാലും ലഹരി വസ്തുക്കൾ വിറ്റായാലും രാസലഹരികൾ വിറ്റായാലും ട്രാപ്പിലാക്കുക എന്നതിനപ്പുറം അവർക്കൊന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ ആ ശക്തി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് ഉള്ളിൽ നിന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് 2 സന്ധ്യകളിലും പ്രാർത്ഥന ചെല്ലണം അല്ലെ? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ അല്ലെ? അതുപോലെ തന്നെ ഗുരു നമ്മളോട് പറയുകയാണ്, ജനമൃതി രോഗമറുപ്പതിന്നു സഞ്ജീവനി പരമേശ്വര നാമം എന്നേയില്ല. ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വര പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം എന്താണെന്നറിയോ? ഒന്നല്ലേ സൂയിസൈഡ് ചെയ്യാന്നായിരിക്കും. കാരണം കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് താങ്ങാനുള്ള ശക്തി നമുക്ക് ഇല്ലാതെ വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലൊരു ദുഃഖം നമ്മളെ ബാധിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പ്രണയ നൈരാശ്യമായിരിക്കാം, ചിലപ്പോൾ അധ്യാപകർ നമ്മളെ തെറ്റ് ചെയ്തായിരുന്നിട്ടും ചെയ്യാത്ത തെറ്റിന് നമ്മളെ ക്രൂശിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നന്നായി പരീക്ഷ എഴുതിയിട്ടും മാർക്ക് കിട്ടാത്തപ്പോഴായിരിക്കാം. നമ്മുടെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒന്നാണ് അങ്ങ് തീർത്ത് കളയാമോ. പക്ഷെ ഈ ഈശ്വര പ്രാർത്ഥന, ഈ SQ സ്പിരിച്വൽ കോഷ്യന്റ്, 3 തരത്തിലുള്ള കോഷ്യന്റ് ഒരു വിദ്യാർത്ഥിക്ക് വേണം. ഒന്ന് IQ, ഇന്റലിജന്റ്, ബുദ്ധി വികസിക്കണം അല്ലെ? കണക്കൊക്കെ കിട്ടി ഏത് പ്രോബ്ലമും ചെയ്യാനുള്ളൊരു, ഏത് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചാൽ എളുപ്പം മനസ്സിലാകണം. IQ വേണം അല്ലെ? EQ വേണം, ഇമോഷണലി കോഷ്യന്റ് ആകണം. വൈകാരികമായി നമ്മൾ നല്ല സ്റ്റേബിൾ ആകണം. ഒരാൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞ് തളർന്നു പോകാൻ പാടുണ്ടോ? ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ അങ്ങനെ തളരില്ല. ആർക്കും തളർത്താനുള്ളതല്ല നമ്മുടെ ആത്മധൈര്യം എന്നുള്ള ഇമോഷണലി സ്റ്റേബിൾ. അതിന് മാതാപിതാക്കൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ശിക്ഷ കൊടുത്ത് തന്നെ വളർത്തണം അല്ലെ? ഇന്ന് നമ്മൾ ഓമനിച്ച് ഇങ്ങനെ വളർത്തി പിന്നീടാവുമ്പോ എന്ത് പറ്റും? ഒരു ചെറിയ അടിക്ക് ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട് വിട്ടു പോകുമോ എന്നൊരു പേടിയാ. ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. കാരണം
ഇതിന് നന്നായിട്ട് അടിച്ച് തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ പഠിപ്പിച്ച വിദ്യാലയത്തിൽ ചോദിച്ചാൽ അറിയാം, A+ന്റെ അപ്പുറത്ത് പോയ ഒരു കുട്ടി കാണേയില്ല. 56 പേര് പരീക്ഷ എഴുതിയാൽ വല്ല IQ ലെവൽ എവിടെയെങ്കിലും ഒരു സഹായി പരീക്ഷ എഴുതുന്ന കുട്ടി ഒഴികെ എല്ലാവർക്കും A+ ഉണ്ടാവും. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ടീച്ചറെ അതിന്റെ പിന്നിലുള്ള ടെക്നിക്ക് എന്ന് ചോദിക്കാറുണ്ട്. ടെക്നിക്ക് അവരുടെ മനസ്സ് ഞാനിങ്ങ് എടുക്കുന്നതാണ്. ഓരോരുത്തരുടെയും പരിമിതികൾ വെച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി എപ്പോഴും വേണം. ഒരാള് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ തളരുന്ന കുട്ടികളായി മാറരുത്. അതിനുവേണ്ടി അച്ഛനമ്മമാർ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തതിനോ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കുമ്പോഴൊക്കെ വഴക്ക് പറയുമ്പോഴും അത് നമ്മളെ സ്റ്റേബിൾ ആക്കാനാണെന്നും മനസ്സിന് ഉറപ്പ് നൽകാനാണെന്നും കരുതിക്കൊണ്ട് അവരോട് ശത്രുത പുലർത്താതെ ആ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മൾ നമ്മുടെ മനസ്സ് സമർപ്പിക്കുക വേണ്ടത്, അല്ലേ? അച്ഛനമ്മമാർ വഴക്ക് പറയും നമ്മൾ ചീത്തയാകാനാണോ ആണോ? അല്ല. അവർക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണലി എന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടാണോ അച്ഛനമ്മമാർ അങ്ങനെ ചെയ്യണേ? ഇല്ല, ഒരിക്കലും അല്ല. നമ്മൾ നന്നാകാൻ ഏറ്റവും സ്വതന്ത്രമായി നമ്മൾ വഴക്ക് പറയാൻ പറ്റുന്നത് മാതാപിതാക്കൾക്ക് മാത്രമാണ്. ചില കുഞ്ഞുങ്ങളെ നന്നായി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ക്ലാസ്സിന് മൊത്തം അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ 2 അടി കൊടുത്താൽ എന്റെ സ്വസ്ഥതയും സമാധാനവും പോകും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ കയ്യിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞു നോക്കും, കൈ പാട് വീണിട്ടുണ്ടോ കുഞ്ഞിൻ്റെ. ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പുമ്പോഴും മുഖത്തെ ഗൗരവം വെച്ചുകൊണ്ട് ഞാൻ അറിയാതെ നോക്കും. 5-6 പ്രാവശ്യം നോക്കണുണ്ടപ്പോ അവൻ പറയാ ഒന്നുമില്ല. ഇന്നും എന്നോട് വന്ന് പറയും, ടീച്ചറെ അടിച്ച കയ്യിൽ ഉമ്മ തന്നിട്ടില്ലേ, എനിക്ക് A+ കിട്ടിയിപ്പോ. കാരണം അന്ന് ഞാൻ അടി കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഇന്നും എൻ്റെ ഒപ്പം ഉണ്ട്. ആ അടി അവരെയൊക്കെ വളർത്തിയിട്ടേ ഉള്ളൂ, ഒരാളെയും തളർത്തിയിട്ടില്ല. അപ്പോൾ ആരുടെയെങ്കിലൊക്കെ ഒരു വാക്കിൽ തളർന്നു പോകാനുള്ള കുഞ്ഞുങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരുന്ന പ്രായത്തിൽ അവരുടെ ഹോർമോണുകൾക്ക് വ്യത്യാസം വരുന്ന പ്രായമാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. അത് അച്ഛനമ്മമാർ ആദ്യം മനസ്സിലാക്കണം. ഇന്നലെ വരെ നമ്മളോടൊപ്പം വളർന്ന കുഞ്ഞല്ല ഒരു 10-12 വയസ്സാകുമ്പോൾ അവരിലേക്ക് ഡോപ്പമിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സെക്സ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അവരിലേക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും പോകാനുള്ള ആൻസൈറ്റി അവരിലേക്ക് കൂടും. നമ്മൾ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആന്തരികമായി അവർ വിഷമിക്കുന്ന കാലഘട്ടം. കാരണം അവരിലുള്ള ഇമോഷൻ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുന്നുണ്ട്. അതിന്റെ അപ്പുറം നമ്മളുടെ ശകാരവും കൂടി ആകുമ്പോൾ അവൾ വല്ലാതെ വഴിതെറ്റി പോകും. അപ്പോൾ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഈ വഴി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്കൊരു കൂട്ടായി നിൽക്കുകയും ഈശ്വര പ്രാർത്ഥന അവരിലേക്ക് ഇട്ടുകൊടുക്കുകയും ദേവാലയങ്ങളിൽ കൊണ്ടുപോവുകയും ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പതുക്കെ അവർ അതിൽ നിന്ന് അവർ പുറത്തു വരും. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളോട് വന്നിട്ട് പറയാ, നീ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ, നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3ാമത്തെ പറയുമ്പോൾ അതൊന്ന് നോക്കിയാലോ എന്നൊരു പ്രേരണ വരുന്ന ഹോർമോൺസ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഗുരു പറയാണ് 2 സന്ധ്യകളിലും പ്രാർത്ഥന ചെയ്യണം. എങ്ങനെയാ? ഈ ലോചനമാതിന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അപഥത്തിങ്കളണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. എന്റെ കണ്ണും കൈയും കാലും ഒക്കെ വേണ്ടാത്ത കാര്യങ്ങളെ തേടി പോകാൻ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രേരണ നൽകുമ്പോൾ ഭഗവാനെ എൻ്റെ ഉള്ളിൽ സന്മതി, ആ നിമിഷം അത് വേണ്ട എന്ന് പറയാനുള്ള നല്ല ബുദ്ധി എനിക്ക് തോന്നണേ എന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോ അവർ പോവോ? വേറെ വഴിക്ക് പോവോ? ഇല്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഈശ്വര പ്രാർത്ഥന ചെയ്യണം. കൈകാൽ മുതലാം എന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ വിവേകാൻ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം.
കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. ഈ ഒരു പ്രാർത്ഥന വേണം മക്കളെ. 2 നേരവും പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ പോണ ദിവസം നമുക്ക് പനി വന്നാലോ, അല്ലെങ്കിൽ ആ ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു തളർച്ച വന്നാലോ, ഈ ഒരു ഭാഗ്യം നമുക്ക് ഇല്ലാതെ പോയാൽ നമ്മൾ പഠിച്ചത് നിഷ്ഫലാവില്ലേ? അപ്പൊ അവിടെയൊക്കെ ഈശ്വരന്റെ ഒരു കൂട്ട് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, താങ്ങായി തണലായി ആ ആത്മബലം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ ശക്തി, എൻ്റെ പ്രവർത്തന ബലം ഇതെല്ലാം എൻ്റെ അധികാര പരിധിയിലാണെന്ന് ധരിക്കാതെ സർവത്തിനും അധിപനായ ഒരു ഈശ്വരൻ ഉണ്ടെന്നും എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം എനിക്ക് വേണമെന്നും ആ ഒരു വിധേയത്വം വേണം കുട്ടികൾക്ക്. അത് പറയാ. ആദ്യത്തെ എന്താ പറഞ്ഞ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. 2ാമത്തെ ഈശ്വര പ്രാർത്ഥന വേണം. 3ാമത് മടി, ലേസിനെസ് നമുക്ക് ഉണ്ടാകാറില്ലേ? പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറയും ശനിയാഴ്ച പഠിക്കാം, ഞായറാഴ്ച പഠിക്കാം, കൂടി കിടക്കുക പഠിക്കാനുള്ളത്. ഞായറാഴ്ച പറയും തിങ്കളാഴ്ച പഠിക്കാം, തിങ്കളാഴ്ച പറയും തിങ്കളാഴ്ച വൈകുന്നേരം ആകട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പറയും നാളെ പഠിക്കാം, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യണേ? ഇങ്ങനെ കൂട്ടി വെച്ച് പരീക്ഷയുടെ തലേ ദിവസം എല്ലാതും കൂടി നമുക്ക് പഠിക്കാനും പറ്റണില്ല, മനസ്സിലാവുന്നില്ല, പഠിച്ചു മറന്നു പോകും. അതുകൊണ്ട് ഗുരു പറയുക, മടി ഉപേക്ഷിച്ച് അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുന്ന കുട്ടികളായി മാറുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുക. അപ്പൊ ഗുരു പറഞ്ഞ 3 കാര്യങ്ങൾ എന്റെ മക്കളൊന്ന് പറഞ്ഞേ. 1ാമത്തെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. 2ാമത്തെ കുഞ്ഞുങ്ങൾ പറഞ്ഞോളൂ. 2ാമത്തെ പറ. ഒന്നാമത്തെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. 2ാമത്തെ ഈശ്വര പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞിന് എനിക്കിത് മതി. കാരണം ഒരു കുഞ്ഞിന്റെ എങ്കിലും ഉള്ളിലേക്ക് ഒരു വാക്ക് കൊടുക്കാൻ പറ്റിയ അതും മതി. ഇവിടെ വന്നതിന് പ്രയോജനമായി. ഈശ്വര പ്രാർത്ഥന. 3ാമത് മടി കളയ. ഒരു ക്ലാപ്പ് കൊടുത്തേ കുഞ്ഞിനെ. എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലാപ്പ് കൊടുത്തേ. നമുക്ക് മടി തോന്നല്ലേ കുട്ടാ? പഠിക്കാതിരിക്കുമ്പോ മടി തോന്നാറില്ലേ? പലപ്പോഴും കളിക്കാൻ തോന്നും, TV കാണാൻ തോന്നും, ഒക്കെ തോന്നാറില്ലേ കുട്ടാ? തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് പ്രാർത്ഥിക്കണം, എനിക്ക് മടി മടി മാറ്റി തരണേന്ന് പ്രാർത്ഥിക്കണം. കാരണം ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പുസ്തകങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാൻ പഠിക്കുക. ഏറ്റവും ടഫുള്ള വിഷയത്തെ ചങ്ക് ഫ്രണ്ട്സ് ആക്കാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോ അവര് നമ്മളെ സ്നേഹിക്കും. നമുക്കിപ്പോ മാത്സ് ഇഷ്ടമല്ലേ, നമ്മൾ മാത്സ് പഠിക്കുകയില്ലല്ലേ, അല്ലേ? മാറ്റി വെക്കും, പഠിക്കില്ല. മലയാളം ടീച്ചർ പഠിപ്പിക്കുന്ന മലയാളം ഇഷ്ടമാണ്. ആ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് എപ്പോഴും ആ സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കും. സത്യല്ലേ പറയണേ? ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നമ്മൾ പഠിക്കില്ല. അപ്പോൾ ടീച്ചർ പറയുന്നു, ഒരു ടീച്ചർ എന്ന നിലയിൽ എന്റെ എക്സ്പീരിയൻസ് പറയുന്നു, ഏറ്റവും ടഫായ സബ്ജക്റ്റിനെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക. അതിനു വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതിന് നമ്മൾ ജയിക്കുക. ടീച്ചർ അങ്ങനെ ജയിച്ച ഒരാളാണ്. ടീച്ചർ അങ്ങനെ ജയിച്ചതിന് ശേഷം ഫിലോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്റെ ഡിഗ്രി പഠനത്തില്. ഒരാളും പാസ്സാകില്ലാത്തൊരു സബ്ജക്റ്റാണ് ഭാഷാശാസ്ത്രം. ഒത്തിരി പാടാണ് അത് പഠിക്കാൻ. ഞാൻ അതിനോട് സമരം ചെയ്യാൻ തീരും, എങ്ങനെയും അതിനെ വശത്താക്കണം. അങ്ങനെ അതിനു വേണ്ടി ഉള്ള സമയം മുഴുവൻ അത് പഠിച്ചു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ഫിലോളജിക്ക് 100-ൽ 98 മാർക്ക് കിട്ടിയ ആളുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിരുന്നു. അതാ, ഞാൻ മാത്രമേ ആയിരുന്നു ക്യാഷ് അവാർഡ് വാങ്ങിയപ്പോൾ. അപ്പോ ഒരിക്കലും എനിക്ക് ആ വിഷയം പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നതാണ്. പക്ഷെ അതിനെ ഞാൻ വശത്താക്കും എന്നൊരു മത്സരം അതിനോട് വെച്ചപ്പോ എനിക്കതിനെ വശത്താക്കാൻ പറ്റി. അപ്പൊ നിങ്ങളോട് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് പറയാൻ ക്വാളിഫൈഡ് ആയതിനു ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ പഠിക്കുന്നല്ല പറയുന്നത്. എന്തും പഠിച്ച് പരിശ്രമിച്ച് അതിന്റെ ടോപ്പിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സംസ്കൃത MA-ക്ക് വേദാന്തത്തിൽ 1ാം റാങ്കോടെ പാസ്സാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ എന്ന് കരുതി എല്ലാവരും മാറ്റിവെക്കുന്ന ആ സബ്ജക്റ്റിനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയതുകൊണ്ടാണ്. അത് ഞാൻ എൻ്റെ കുഞ്ഞുമക്കൾക്ക് പകർന്നു തരുന്നത്. ഒരാൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റിനും നമ്മൾ അതിനെ അകത്താക്കും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. ടീച്ചറെ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കില്ലല്ലോ, ടീച്ചർക്ക് അതൊക്കെ പറയാം, അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇനി എന്നോട് പറയില്ല, കാരണം ഞാൻ പ്രാക്ടിക്കലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്, അല്ലേ? ആണ്. അപ്പൊ 3 കാര്യങ്ങൾ ഗുരു നമ്മളോട് പറഞ്ഞു തന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്,
അധ്യാപകൻ, ഗുരു പറയുന്നതാണ് ശ്രീനാരായണ ധർമ്മത്തിൽ, അധ്യാപകൻ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോഴും പഠനത്തിന് ശേഷം പഠിപ്പിക്കലിന് ശേഷം തിരിച്ചു പോകുമ്പോഴും എഴുന്നേറ്റ് നിന്ന്, മക്കളെ മോനെ ശ്രദ്ധിക്കണോട്ടോ, ശ്രദ്ധിക്കണോട്ടോ കൂട്ടാ, മടി മാറണമെന്ന് പറഞ്ഞ കൂട്ടന്റെ പേരെന്താ? എന്താണ്? അനന്തകൃഷ്ണൻ. പ്രപഞ്ചത്തോളം വലുതായ മകനാണ്. അപ്പോ അനന്തകൃഷ്ണ കേൾക്കണം, ടീച്ചർ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് വരുമ്പോഴും പഠിച്ചു കഴിഞ്ഞ് പോകുമ്പോഴും എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന്, മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ എഴുന്നേറ്റ് നിന്ന്, ടീച്ചർ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറയണം. നിങ്ങൾ ഏത് വിഷ് ആണോ ചെയ്ത് പഠിച്ചേക്കുന്നത് അത് ചെയ്യണം. ഏറ്റവും നല്ല വിഷിങ്, അഭിവാദന രീതി നമസ്തേ എന്നാ. ഏതാ നമസ്തേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗുരുവിന്റെ മക്കൾക്ക് നമസ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. ഐ സല്യൂട്ട് ദ ഡിവിനിറ്റി ഇൻ യു. നിന്നിലെ ദൈവികതയെ ഞാൻ തൊഴുന്നു എന്നർത്ഥം. ഒരു മനുഷ്യനെ ആദരിക്കാവുന്നതിന്റെ പരമാവധി ആണത്. നിന്നിലെ ഈശ്വരീയതയെ ഞാൻ തൊഴുന്നു എന്ന് പറയുമ്പോൾ എന്റെ മുമ്പിരിക്കുന്ന നീ എനിക്ക് ദൈവത്തെ പോലെയാണെന്നല്ലേ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ തീർന്നു എന്നാണ്. അതിനൊക്കെ എത്രയോ ഗ്രേറ്റ് ആ നമസ്തേ പറയാ. എന്റെ മക്കൾ എന്തു പറയും ടീച്ചറിനെ കാണുമ്പോ? ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കുലത്തിലെയാണ്, അല്ലെ, ആ സംസ്കാരമുള്ള കുട്ടിയാണ്. നമസ്തേ, അല്ലെ ടീച്ചറെ, അങ്ങയിലെ ദൈവികതയെ ഞാൻ തൊഴുന്നു. അപ്പൊ ടീച്ചർ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ മറക്കരുത് എന്റെ മക്കൾ. ആ എഴുന്നേറ്റ് നിൽക്കല് ഈ ലോകത്തിന്റെ മുന്നിൽ നമ്മളെ വലുതാക്കും. ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോൾ ഒരു അനുഭവം പറയാം. ഏകദേശം ഈ എറണാകുളം ജില്ലയിലെ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 14,000-ഓളം കുട്ടികൾ പഠിക്കുന്ന +2 വരെയുള്ള ഒരു വിദ്യാലയത്തിൽ 60 പിള്ളേരെങ്കിലും ക്ലാസ്സിലുണ്ടാവും. ആ കുഞ്ഞുങ്ങളെ ഒറ്റ നോട്ടം കൊണ്ട് ഇരുത്തിയിട്ടുള്ള ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ വരുന്ന പല നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പല സംസ്കാരത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ചില കുട്ടികള് അച്ഛനമ്മമാര് വിളക്ക് വെച്ച് ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന വീട്ടിലാവുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്തേ ടീച്ചർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, അവരപ്പം തന്നെ എഴുന്നേക്കും. പക്ഷെ ചില കുട്ടികൾ ഞാനൊന്ന് നോക്കിയാൽ ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ എഴുന്നേക്കും. ചില കുട്ടികൾ നോക്കിയാൽ എന്താ കാര്യം എന്നുള്ള രീതി അവിടെ തന്നെ ഇരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ കാണുന്നതല്ലേ അങ്ങനെ? നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്തോണം? ഈ ഗുരുവിന്റെ വാണികള് ഈ തിരുസന്നിധിയിൽ, ഭഗവാന്റെ തിരുസന്നിധിയിലെ കുഞ്ഞുങ്ങളായി ഏഴകളായി നമ്മൾ ഇരിക്കുമ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തന്ന വാക്കുകളാണിത്. എഴുന്നേറ്റ് നിന്ന് അധ്യാപകനെ നമസ്കരിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച വിദ്യ പ്രകാശിക്കുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളൊന്ന് കൈപൊക്കിക്കേ. കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ 3, ബാക്കി ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചു തന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതുക. അപ്പോൾ നോക്കൂ, ഇനി എന്തിനാണ് അങ്ങനെ നമസ്കരിക്കണമെന്ന് ടീച്ചർ പറയാം. നമ്മൾ ഒന്ന് കുനിഞ്ഞിട്ട് അച്ഛന്റെയും അമ്മയുടെയും പാദങ്ങളിൽ തൊടുമ്പോൾ നമുക്ക് അപമാനമായിട്ട് തോന്നുമോ? കുനിഞ്ഞ് കാലേ തൊടുന്നത് ഇത്ര അപമാനമായിട്ട് തോന്നുമോ? ഇല്ല അല്ലേ? ഇല്ലല്ലോ. അന്തരീക്ഷന്റെ അച്ഛൻ അപ്പൂപ്പനാണ് അടുത്തിരിക്കണേ. ആരാ അന്തരീക്ഷന്റെ അടുത്തിരിക്കണേ? ആരും വന്നിട്ടില്ലേ? അന്തരീക്ഷന്റെ കൂടെ ആരാ വന്നേ? ഒക്കെയാ വന്നല്ലേ? ചേച്ചി ആരാ അന്തരീക്ഷന്റെ? ആ, നല്ലൊരു അനിയനെ കിട്ടിയില്ലേ മോനു നിനക്ക്? മോളുടെ പേരെന്താ? അനന്യ അനന്തകൃഷ്ണനും. നല്ല കുഞ്ഞുങ്ങളല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്. കാരണം അല്ലാത്തവർക്ക് ആർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നമസ്കരിക്കണം. കുനിഞ്ഞ് അധ്യാപകരെ തൊടുമ്പോൾ നമ്മൾ പഠിച്ച വിദ്യ പ്രകാശം ഒന്ന് നോക്കിയ അനുഗ്രഹം, അവർ ഈ കുഞ്ഞ് നന്നാകണേ എന്നൊരു പ്രാർത്ഥന ആ ടീച്ചറിന്റെ ഉള്ളിൽ വന്നാൽ, എന്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം കയ്യിൽ നിന്ന് ആ കാന്തിക ചലനം തലയിലൂടെ പ്രവഹിച്ച ആ കുഞ്ഞിന് അനുഗ്രഹമായിട്ട് വരും മക്കളെ. കാരണം അവര് നമ്മളായിട്ട് ഇരിക്കണതേ അച്ഛനും അമ്മയുമാണ് നമ്മളായിട്ട് ഇരിക്കുന്നത്.
അപ്പൊ അവരുടെ അനുഗ്രഹം, അവർ നടന്ന വഴിയാണ് എനിക്ക് വഴിയാകണേ, വഴികാട്ടിയാകണേ. ഗുരുവേ, അങ്ങ് പഠിപ്പിച്ച വിദ്യ എന്റെ ജീവിതത്തിൽ തെളിയണേ എന്ന് പറഞ്ഞങ്ങ് തൊഴുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ തല നിവർത്തി നിൽക്കുന്ന മക്കളായി വളരും. ഒരു സംശയമില്ല. ബാക്കി എന്തുണ്ടായിട്ടും ഒരു ഗുരുവിന്റെ പാദങ്ങളെ നമസ്കരിക്കാൻ, അച്ഛനമ്മമാരുടെ പാദങ്ങളെ നമസ്കരിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഒരു കുഞ്ഞ്, ഉദയംപേരൂർ എന്റെ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് ഒരു പകരക്കാരനില്ലാത്ത ഒന്നാമൻ, തല എന്തെഴുതിയാലും ഏത് മത്സര പരീക്ഷ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ എന്താ പറയാ ഓൾ ഇന്ത്യ തലത്തിലോ എഴുതിയാലും ആദ്യത്തെ 1-5 റാങ്കിൽ പെടുന്ന തലയുള്ള കുട്ടിയാണ്. ജീവിതത്തിൽ പഠിച്ചു, ബുദ്ധിയൊക്കെ നേടി, പക്ഷെ പ്രതീക്ഷിച്ചത്ര ജോലിയിലേക്ക് എത്താൻ പറ്റിയില്ല. വിവാഹവും കഴിച്ചില്ല, പിന്നെ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞത് A+ നേടുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ നല്ല ജോലി നേടുന്നതോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ നേടുന്നതല്ല ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ അവൻ്റെതായ ജീവിത മൂല്യങ്ങൾ അവൻ നേടുമ്പോഴാണ് നല്ലൊരു മനുഷ്യനാകുന്ന മക്കളെ. അതിന് നമുക്ക് നമ്മുടെ വഴി തെളിയിക്കുന്നതിന് വേണ്ടി വിദ്യ നൽകിയ അധ്യാപകരെ കാൽ തൊട്ട് വണങ്ങുന്ന സംസ്കാരം ശ്രീനാരായണ സംസ്കാരമാണ്. മാതാപിതാക്കളെ വന്ദിക്കുന്ന സംസ്കാരം ശ്രീനാരായണ കുലത്തിലെ കുട്ടികളുടെ സംസ്കാരമാണ്. ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങൾ വെക്കുന്ന കാലുകൾ പതറിപ്പോകില്ല മക്കളെ. വെളിച്ചത്തിലേക്ക് തന്നെ നമ്മൾ ഉയരും, ഒരു സംശയവും അതിലില്ല. അതിനുശേഷം ഗുരു പറഞ്ഞു തരുന്ന ഒത്തിരി കാര്യങ്ങൾ ശ്രീനാരായണ ധർമ്മത്തിലുണ്ട്. വിദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയോട് ഗുരു പറയുകയാണ്, ഒരിക്കലും അസത്യം പറയരുത്. വദേ സത്യം ചരേ ധർമ്മം നിത്യം സ്വാധ്യായമാചരേ കുശലാത് സത്യധർമാഭ്യാം ന പ്രമാദ്യേ വിഭൂതയെ. ഇത് നമ്മൾ അനുസരിക്കണം. കാരണം സത്യം വെടിഞ്ഞ് ജീവിക്കരുത്, ധർമ്മമാർഗത്തിൽ ജീവിക്കണം. ഒരിക്കലും പാഠനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ മാത്രം, കെമിസ്ട്രി പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ മാത്രം, മാത്സ് പഠിക്കുന്നത് ഏതെങ്കിലും സയൻസ് ലെവലിലോ അല്ലെങ്കിൽ ഹയർ ലെവലിലോ അഡ്മിഷൻ കിട്ടാനാ. അതിലപ്പുറം ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മളത് പഠിക്കുന്നത്? അത് പഠിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് കരുതിയിട്ടില്ല നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കണേ ആണ്. ഈ സബ്ജക്റ്റുകൾ നമ്മുടെ ജീവിതത്തിന് എവിടെയെങ്കിലും പ്രയോജനപ്പെടണുണ്ടോ? ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ പഠിച്ച മാത്സ് നമ്മളെ സഹായിക്കുമോ? ചിരി വന്നാൽ എനിക്ക് സഹായിക്കുമോ അന്തകൃഷ്ണ? ഇല്ല. ഗുരുവിന്റെ വാക്ക് കേട്ടാൽ നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് സമാധാനമാവോ? ആകും അല്ലെ? അപ്പൊ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അക്കാഡമിക് സബ്ജക്റ്റുകളൊന്നും ഇന്നത്തെ ഈ കലിയുഗത്തിന്റെ ഇരുട്ടിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂട്ടാവുകയില്ല. അതുകൊണ്ട് ഗുരു പറയാണ്, ജീവിത മൂല്യങ്ങളുള്ള മക്കളാകണം, സത്യം പറയണം, ധർമ്മമാർഗത്തിലൂടെ ചരിക്കണം. പാഠനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സ്വാധ്യായം എന്ന് പറയുമ്പോൾ ഗുരുദർശന പഠന ക്ലാസ്സിൽ വന്നിട്ട് അവനവനെ പഠിക്കുന്ന ആധ്യാത്മവിദ്യ പഠിക്കണം മക്കളെ. ക്രൈസ്തവ സഭയെ ശ്രദ്ധിച്ച് അവർക്ക് ആ മോറൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒരുത്തരും അവരുടെ കൂട്ടായ്മയിൽ ഉണ്ടാവില്ല. ഇനി ഇസ്ലാം സഹോദരന്മാരാണെങ്കിൽ ആ റിലീജിയസ് പഠനം അവർക്ക് നിർബന്ധമാണ്. വിവാഹത്തിന് പോലും ആ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അച്ഛനമ്മമാരെ നോക്കുക എന്നുള്ളത് അവരവരുടെ ആ പഠനത്തിന്റെ ഭാഗമായി സംസ്കാരമായി കുട്ടികളിലേക്ക് കൊടുക്കുകയാണ്. ഒരു ഇസ്ലാമും സ്വന്തം അച്ഛനമ്മമാരെ തള്ളിക്കളയില്ല. എന്തുകൊണ്ടാ? ആ നല്ല സംസ്കാരം അവർക്ക് മതപഠനത്തിലൂടെ അവർ നേടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗുരുവിന്റെ സന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് മടി? ഇവിടെ ശാഖാഭാരവാഹികൾക്ക് നമ്മൾ തന്നെ അതിന് സപ്പോർട്ടായി നിന്നുകൊണ്ട് അവരെ സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരേണ്ടതുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ പറയാണ്, വദേ സത്യം പറയണം, ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കണം, എന്നും പാഠനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. ധനം സമ്പാദിക്കാൻ വേണ്ടി, ശ്രദ്ധിച്ചേ, ധനം സമ്പാദിക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കരുത്.
തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കരുത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് അത് ഉതകുകയില്ല. പിന്നെ പറയുകയാണ് എന്താ, അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ആചാര്യനെയും ഗുരുതുല്യം കരുതണം, ദൈവതുല്യം കരുതണം. ഇതൊക്കെ ഉപനിഷത്ത് വാക്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് വിദ്യാർത്ഥി ധർമ്മം. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കരകയറ്റുന്നതിന് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി ഗുരു നമുക്ക് പ്രതിഷ്ഠകൾ നടത്തിയപ്പോൾ പോലും മാറ്റം വെച്ച് തന്നിട്ടുണ്ട്. അത് എവിടെയാണെന്നറിയോ? പ്രതിഷ്ഠയിൽ, ഗുരുവിന്റെ പ്രതിഷ്ഠയിൽ മാറ്റം വന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കൂ. എവിടെയാണെന്നറിയോ? നമുക്ക് വിഗ്രഹങ്ങൾ തന്ന് മുരിക്കുമ്പുഴ കാളകണ്ഠേശ്വരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഭഗവാൻ വിഗ്രഹമൊന്നും പ്രതിഷ്ഠിച്ചില്ല. പകരം എന്താ പ്രതിഷ്ഠിച്ചെന്നറിയോ? ഒരു ഫലകം. ആ ഫലകത്തിനകത്ത് ദീപപ്രഭ പ്രതിഷ്ഠിച്ചിട്ട് ആ ഫലകത്തിൽ എഴുതി വെച്ചു: സത്യം, ധർമ്മം, ദയ, ശാന്തി. ജീവിത മൂല്യങ്ങളെ ദൈവമായി ആരാധിക്കാൻ പറഞ്ഞ ഗുരുവാ. അതാ പറഞ്ഞത്. എന്താ പറയാ, ഇതുപോലെ ഒരു ഗുരു ഉണ്ടോ അല്ലെ? ഇങ്ങനെ ഗുരു ഉണ്ട് നമുക്കുണ്ടോ ഇതുപോലെ അല്ലെ? സന്യാസികളിൽ എങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമ്മൾ നന്നാകണമെന്ന് ഗുരു കരുതി. അത് വിഗ്രഹത്തെ ആരാധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കലല്ല ഭക്തി. അതിലൂടെ നമ്മളിലുള്ള മൂല്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. സത്യമുള്ളവരാകണം, ധർമ്മമുള്ളവരാകണം. അച്ഛനും അമ്മയും പഠിപ്പിച്ച് വിദ്യയൊക്കെ നേടിച്ചു കഴിഞ്ഞ് എന്റെ കാര്യമൊക്കെ അവരിൽ നിന്ന് നേടാനൊക്കെ നേടി, ചേട്ടാ ഒരു 6 മാസം ഞാൻ നോക്കാം, ഇനി ഇതിനെ ചേട്ടൻ കൊണ്ടുപോയി നോക്കിക്കോ. ചേട്ടൻ 6 മാസം നോക്കുമ്പോ 6 മാസം ആയില്ലേ എന്റെ അടുത്ത് ഇരിക്കണേ, ഇനി 6 മാസം അവനോട് പറ. അങ്ങനെയിട്ട് തട്ടും. ജീവിതത്തിലെ മുഴുവൻ സമയവും നിങ്ങളെ വളർത്തുമ്പോൾ, നിങ്ങൾ തളരുമ്പോൾ ഉറങ്ങാതെ കൂട്ടായി ആഹാരം തന്ന് ഒരു പനി വന്നാൽ ഉറങ്ങില്ല അമ്മ. പനിക്കുന്നുണ്ടോ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊക്കെ അവർക്ക് വേർത്തിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ അവരുടെ മേത്ത് എത്ര മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട്? അപ്പൊക്കെ അവർക്ക് നിങ്ങളെ വെറുത്തിട്ടുണ്ടോ? ഒരിക്കലും വെറുക്കില്ല. കാരണം അവര് തന്നെയാ നിങ്ങള്. അവര് നാളെ ഒന്ന് കിടന്നു നോക്കട്ടെ, ഒന്ന് കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തി നോക്കട്ടെ. അവർ നിങ്ങളോട് കരുതിയ മനോഭാവത്തിലായിരിക്കുമോ നിങ്ങൾ അവരോട് പെരുമാറുക? ഇല്ല. ആ ഒരു സഹനതയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുണ്ടാകണം. എന്താണോ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിച്ചത് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അവിടെ മുഖത്തൊരു മുഷിച്ചില് പോലും വരാതെ എത്രയോ എന്നെ നോക്കി പരിപാലിച്ചിരിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അവരുടെ ആ പരിരക്ഷണം എൻ്റെ കർത്തവ്യമാണെന്ന് പറയാം. 100 ജന്മം നമ്മൾ പണിയെടുത്തവർക്ക് അതിൻ്റെ ഒരു അംശം കൊടുത്താലും ഒരിക്കലും നമുക്ക് അവരോടുള്ള കടപ്പാടുകൾ ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനാവില്ല. അത് ചേട്ടൻ്റെ അടുത്തേക്കും ചേച്ചിയുടെ അടുത്തേക്കൊക്കെ തള്ളി വിടരുത്. വൃദ്ധാവസ്ഥയില് നമ്മുടെ അച്ഛനമ്മമാരെ പരിരക്ഷിക്കാനുള്ള കർത്തവ്യം ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോ ഗുരു പറയുന്ന പോലെ സത്യവും ധർമ്മവും ദയയും ശാന്തിയുമുള്ള മക്കളായി മനുഷ്യനിന്ന് മാറണം. എന്തുകൊണ്ടാണെന്നറിയോ ഗുരു ഈ മൂല്യങ്ങളെ പ്രതിഷ്ഠയായി തന്നത്? നമ്മൾ ഇന്ന് കാണുന്നതല്ലേ മക്കളെ? പണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായിരുന്നു നമ്മൾ അച്ഛനമ്മമാരുടെ അടുത്ത്, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായി കഴിഞ്ഞിരുന്ന അച്ഛനമ്മമാരുടെ അടുത്ത്. ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കൾ മാതാപിതാക്കളുടെ അടുത്ത് പോലും സുരക്ഷിതരല്ല. കാരണം എന്താ? ഉള്ളിൽ മൃഗീയ വാസനകൾ വെച്ച് നടക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം. എന്തിനും ഏതിനും സ്വാർത്ഥ ചിന്തയിൽ മുഴുകിയിട്ട് അമ്മയുടെ മുലപ്പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പോലും കഴുത്ത് നെരിച്ച് കൊല്ലാൻ മടിയില്ലാത്ത രീതിയിൽ സ്വാർത്ഥ ചിന്ത, ഇരുട്ട് ഇന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് കയറിയപ്പോഴാണ് ഗുരു നമുക്ക് ഈ കലിയുഗവാസികളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഗുരു പറഞ്ഞ സത്യത്തെ ഉപാസിക്കൂ, ധർമ്മത്തെ ഉപാസിക്കൂ, ദയയെ ഉപാസിക്കൂ, നീതിയെ ഉപാസിക്കൂ എന്നൊക്കെ പറഞ്ഞു തന്നെ. അതുകൊണ്ടാണ് അപ്പോ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മൂല്യങ്ങളാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത്. തൃശ്ശൂർ കാരമൊക്കിൽ വന്നപ്പോ ഈ ഇരുട്ടിനെ മാറ്റാൻ വിളക്കെടുത്ത് പ്രതിഷ്ഠിച്ചു തന്നു ഗുരു.
എന്നിട്ട് പറഞ്ഞ എന്താ? വെളിച്ചം വരട്ടെ, ഇരുട്ട് മാറട്ടെ എന്ന് ഗുരു പറഞ്ഞത്. നമ്മുടെയൊക്കെ ഉള്ളിലെ ഇരുട്ട് മാറുവാൻ വേണ്ടിയാണ് ഈ ശാഖയുടെ ഭാരവാഹികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് ചേർന്ന് എത്രയോ ദിവസങ്ങളിലുള്ള നിങ്ങളുടെ പ്രയത്നമാണ്. എത്രയോ പേര് നമുക്ക് ആഹാരം കഴിക്കാൻ, ആഹാരം ഒരുക്കി ആ ചൂട് സഹിച്ചുകൊണ്ട് അന്നവും റെഡിയാക്കിക്കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. എത്രയോ പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമ്പത്തും നമ്മുടെ ആ ധനവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും സമയവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുവുത്സവം നമ്മൾ നടത്തുമ്പോൾ അതൊരു ജ്ഞാനോത്സവമാറ്റി മാറ്റുകയും അതിൽ നിന്ന് ഒരു വാക്കെങ്കിലും നമ്മുടെ ഹൃദയത്തിലേറ്റി പോവുകയും അത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകുകയും വേണം. ഒരിക്കലും ഇരുട്ടിന്റെ ലോകമാകരുത്. ഗുരുവിന്റെ കൃതികൾ എടുക്കണം, പഠിക്കണം. ഭഗവാന് പൂജ ചെയ്ത് മാത്രം പോകാതെ ഗുരു പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകണം. കുഞ്ഞുമക്കൾ പഠിച്ച് ഉയർന്ന നിലയിലേക്ക് എവിടെ പോയാലും, ഓസ്ട്രേലിയയിലോ കാനഡയിലോ ന്യൂസിലാൻഡിലോ അല്ലെ അമേരിക്ക, എവിടെ നിങ്ങൾ പോയാലും നമ്മൾ വളർന്ന ഈ ഒരു പിടി മണ്ണുണ്ട്. അതിനെ മറക്കാതിരിക്കുക. നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരംശം ഏത് ലോകത്തായാലും നിങ്ങൾ പഠിച്ചാലും വളർന്നാലും ഒരംശം ഈ പുണ്യമായ ഇടത്തേക്ക് എത്തിക്കാനുള്ള സംസ്കാരം നമ്മൾ നേടണം. അത് മറന്നു പോകാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം നമ്മുടെയൊക്കെ ഓരോ കുടുംബങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ആരും അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല അല്ലെ. വലിയൊരു എമൗണ്ട് നമുക്ക് തന്നിട്ട് ഇവിടെ വലിയൊരു കെട്ടിടങ്ങൾ കാണണമെന്ന് ഞാൻ ഇവിടെ ഇവിടെ വന്നു പോയ ഒരു ഭക്ത എന്ന നിലയിൽ എനിക്കൊരാഗ്രഹം തോന്നുന്നുണ്ട്. ഇവിടെ വലിയൊരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ, കാറ്റും ഒക്കെ കിട്ടിക്കൊണ്ട് വെയിലും മഴയും ഒന്നും കൊള്ളാത്ത വലിയൊരു ഹോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടം ഉണ്ടായിരുന്നെങ്കിൽ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, ഒത്തിരി പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അതിന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാകണമെങ്കിൽ ഇനി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ മക്കള് പഠിച്ച് വലുതായി വളർന്ന് നല്ല നിലയിലുള്ള ഉദ്യോഗങ്ങളൊക്കെ നേടുമ്പോൾ അതിൻ്റെ ഒരു അംശം ഗുരുമണ്ഡപത്തിലേക്ക് ഗുരുവിന് എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ക്ഷേത്രങ്ങളും ഗുരുമണ്ഡപങ്ങളും ഒക്കെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരികമായും എല്ലാ തരത്തിലുമുള്ള വളർച്ചയുടെ കേന്ദ്രങ്ങളാണ്. അതിനെ വളർത്തുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. ോവാണതിന്റെ മഹിമ പറഞ്ഞു ജനനീ. ഏതായാലും നിങ്ങളിത് ചൊല്ലിയ സ്ഥിതിക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ജനീ നവരത്ന മഞ്ജരി എന്ന ഗുരുദേവന്റെ ദേവീ സ്തുതിപരമായ കൃതി വെറും ഒരു സ്തോത്രകൃതിയല്ല. ശാക്തേയ പ്രസ്ഥാനത്രയങ്ങളിൽ 3 ഗ്രന്ഥങ്ങൾ, നമ്മൾ ദേവീ സ്തുതി എന്ന് കരുതി വെച്ചിരിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ, ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യം, സൗന്ദര്യ ലഹരി പോലെയുള്ള കൃതികളുടെ സത്തെടുത്തിട്ട് അതിന്റെ സത്തെന്നല്ല പറയേണ്ടത്, അതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് നേടുന്നു? 1000 സഹസ്രനാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് നേടുന്നു? 700-ലധികം ദേവി മഹാത്മ്യ സ്തുതികൾ നമ്മൾ ചൊല്ലുമ്പോൾ എന്ത് നേടുന്നു? 100 സൗന്ദര്യ ലഹരി സ്തോത്രം ചൊല്ലുമ്പോൾ എന്ത് നേടുന്നു? അതിശയോക്തി കൊണ്ട് പറയുന്നതല്ല, വെറും അതിശയോക്തി പറയുന്നതല്ല ഇത്. അതിലൂടെയൊക്കെ കടന്നു പോകാൻ ഒരവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ പറയുകയാണ്. അതിന്റെയൊക്കെ സത്തെടുത്ത് വെച്ചിട്ട് എന്താണ് ദേവീ സ്തുതി കൊണ്ട് ഒരു മനുഷ്യൻ നേടേണ്ടത് എന്ന് 9 ശ്ലോകങ്ങളിലൂടെ ഗുരു കുറിച്ച് തന്നേക്കുക. 1000 സഹസ്രനാമം തേടി പോകണ്ട, 700 ദേവി മഹാത്മ്യം തേടി പോകണ്ട, 100 സൗന്ദര്യ ലഹരി തേടി പോകണം. നമ്മൾ അതൊന്നും തേടി പോകില്ല എന്ന് ഗുരുവിനറിയാം. പക്ഷെ അതൊക്കെ തേടി പോകുന്നവരെ ബാഹ്യമായി അത് ചൊല്ലിയാലൊന്നും ഗുരു ഈ പറഞ്ഞേക്കണ 9 ശ്ലോകങ്ങളിൽ പറഞ്ഞ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞു തന്ന അർത്ഥം ആ സംസ്കൃത ശ്ലോകങ്ങൾ പാടിയാൽ ഒരുവനും കിട്ടില്ല. അർത്ഥം പഠിച്ചില്ലെങ്കിൽ, വേദാന്തം പഠിച്ചില്ലെങ്കിൽ. ഒരു പക്ഷേ ജനീ നവരത്ന മഞ്ജരിയുടെ 9 ശ്ലോകങ്ങളുടെ അർത്ഥം പഠിച്ചിട്ട് ഈ കൃതിയൊക്കെ നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കും. ഭഗവാൻ ഉള്ളടക്കി വെച്ചിരിക്കുന്ന അറിവിന്റെ അക്ഷയഖനി. ഇപ്പൊ നമ്മൾ ചൊല്ലിയില്ലേ, എൻ ചൊല്ലിക്ക് നിർത്താണ് ഞാൻ, എൻ പാപമെയ്വതിന് ഇത് മാത്രം പഠിച്ചാൽ മതി. അതില്
എന്റെ പാപങ്ങളെ ദേവീനെ സ്തുതിച്ച് 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 വന്നിട്ട് സാരി വർണ്ണിച്ചു, മാല വർണ്ണിച്ചു, മൂക്ക് വർണ്ണിച്ചു, ചുണ്ട് വർണ്ണിച്ചു, ദേവിയുടെ സ്ഥലങ്ങൾ വർണ്ണിച്ചു, ദേവി ആകമാനം വർണ്ണിച്ച് നമുക്ക് എന്ത് കിട്ടാനാ? അത് വർണ്ണിച്ചിട്ട് എന്ത് കിട്ടാനാ? അവസാനം വർണ്ണിച്ച് 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 സ്ഥൂലത്തിൽ നിന്ന് കഴിഞ്ഞു, സൂക്ഷ്മം കഴിഞ്ഞു, സൂക്ഷ്മതരം കഴിഞ്ഞു, സൂക്ഷ്മതമം കഴിഞ്ഞു, അവസാനം ലളിതാ സഹസ്രനാമം ചൊല്ലും ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമഃ. ആ ശിവശക്തി സംയോഗ രൂപത്തിലുള്ള ആ ദേവിയെ പ്രാപിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് 1000 സഹസ്രനാമങ്ങളുടെ ഇടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മതമമായ അർത്ഥം പരമാത്മസ്വരൂപിണിയായ ദേവിയെ പറയുമ്പോൾ ഗുരു ജനി നവരത്നം ഈ ഒറ്റ ശ്ലോകം പഠിച്ചാൽ ഈ കൃതികളൊക്കെ നിങ്ങൾ ചൊല്ലുന്നതിന്റെ ഗുണമാണ്. ഗുരു പറയാ എന്റെ പാപത്തെ ഏത് നശിപ്പിക്കണം. കുറെ ജന്മങ്ങൾ കർമ്മം ചെയ്തതിന്റെ ഫലമായി ഞാനിങ്ങനെ മനുഷ്യജന്മം കിട്ടി എന്തെല്ലാം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നതിനെയൊക്കെ നശിപ്പിക്കാൻ ഒരൊറ്റ വഴി അറിവാകുന്ന അമ്പ്. ഞാൻ ആരാണെന്ന് അറിയുക. എന്റെ ഭഗവാനെ, ഞാൻ കൗസല്യ, ലക്ഷ്മി, വാസന്തി ഒന്നുമല്ല. എനിക്ക് ലോകത്ത് വന്നപ്പോ കിട്ടിയ പേരാ. അതിനപ്പോഴും ഞാൻ അറിവാണ്, ഈശ്വര ചൈതന്യം തന്നെയാണെന്നുള്ള അറിവ് എന്റെ എല്ലാ പാപങ്ങളെയും എഴുതി നശിപ്പിച്ചു കളയും. എന്ത് വലിയ അറിവാത്. എന്നിട്ട് ഗുരു പറയാ എഴുപതിനൊരു അമ്പായിടുന്ന അറിവ്. അതിന് എന്ത് വേണം? നിൻ പാദതാരിൽ എഴും എന്നെ അൻപ്. ഈ അറിവ് കിട്ടണമെങ്കിൽ എനിക്ക് നിന്നോട് ഭക്തി വേണം. ഭഗവാനോട് ഭക്തിയുള്ളവർക്ക് ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഒരു വിദ്യാഭ്യാസവും വേണ്ട, തെളിച്ചു കൊടുക്കും. അപ്പോ നിന്നിലുള്ള ഭക്തിയാണ് ആ അറിവിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടത്. നിന്നിലുള്ള ഭക്തിയാണ്. ഭക്തിയെ ഒരു വില്ലിന്റെ ഞാണായിട്ട് സങ്കല്പിച്ചിട്ട് പറയാ. അമ്പായിട്ട് അറിവിനെയും വില്ലിൽ കെട്ടാനുള്ള ഞാണായിട്ട് ഭക്തിയെയും പറയാ. നിരന്തരമായ ഭക്തി ഉണ്ടാകണം, ഇളകാത്ത ഭക്തി. എന്തെങ്കിലും തന്നില്ല ഇനി ഞാൻ ഗുരുമണ്ഡപത്തിൽ വരില്ല എന്നല്ല. എന്ത് കർമ്മം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നതാ, ഭഗവാൻ തരണമല്ല. എന്തിനാ ഭഗവാനെ എനിക്കിത് തന്നെന്ന് ചോദിക്കണ്ട. നീ നിന്നോട് തന്നെ ചോദിക്കൂ. സത്യമറിയാതെ ജീവിച്ചു കൂടിയതിന്റെ ഫലമാണ് നമ്മുടെ ജന്മം. ഇപ്പൊ ഗുരു പറയാ ഈ പാപങ്ങളെ അറിവാകുന്ന അമ്പുകൊണ്ട് എഴുത് നശിപ്പിക്കുക. അതിന് ഭക്തിയാകുന്ന കയറ് വേണം. അവിടെ എന്ത് വേണം? ഈ ഭക്തി കെട്ട കയറ് കെട്ടാൻ ഉറച്ച മനസ്സ്, ഇരുമ്പാം മനം ധനുവും. ആ വില്ലിനെ നമ്മുടെ ഉറച്ച മനസ്സ്, ഏതിനും ഇളകാത്ത ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയാകുന്ന മനസ്സ് വേണം. നൈരന്തര്യമായ ഭക്തി വേണം. ഈശ്വരൻ എന്താന്നുള്ള അറിവ് വേണം. ഈ 3 കാര്യവും നമുക്ക് ഉണ്ടായാൽ ഞാൻ ജയിച്ചു. അഹംഭാവിയാണ് വിജയി. ഈ വിജയം ഉണ്ടാകുന്ന എന്റെ അഹന്ത നശിക്കുമ്പോൾ, ഞാനെന്ന അഹന്ത നശിക്കുമ്പോൾ, ഞാൻ ഭഗവാനാണെന്ന് അറിയുമ്പോൾ എന്റെ ജീവിതം സക്സസ്ഫുൾ ആയി. ഇനി എനിക്ക് അനേക ജന്മത്തിൽ പാമ്പായി, പട്ടിയായി, അല്ലെ, ഇത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്രയും പ്രയാസപ്പെട്ടെങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും ഒക്കെ പറഞ്ഞു തരണില്ലേ. അപ്പൊ ഈ അഹംഭാവം ഈശ്വരന്റെ മുന്നിലേക്ക് അടിയറവ് വെക്കുമ്പോൾ ഞാൻ ജയിക്കും. വിജയം ആരാ തന്നെ? അമ്പാതരുന്നു വിജയം. ഈ വിജയം തരാൻ ആർക്കേ പറ്റുള്ളൂ? അമ്മ. ഈ അമ്മ എവിടെ ഇരിക്കണേ? ദേവി വേറെ ദൈവം വേറെ വേണോ? അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയേക്കണേ? ഈശ്വരൻ ദൈവമാണെങ്കിൽ ഈശ്വരന്റെ ശക്തി ദേവിയാണ്. കണ്ണില് കാഴ്ചയായിട്ട് വരുന്ന ശക്തിയാണ് ദേവിയെങ്കിൽ ആ കൊളുത്തി വെച്ചിരിക്കുന്ന ഈശ്വരന്റെ ശക്തിയാണ് കണ്ണിലൂടെ വരുന്നതെങ്കിൽ ശക്തിയാണ് ദേവി. കേട്ടോ, പുല്ലിംഗോ സ്ത്രീലിംഗോ ഒന്നും ദൈവത്തിനില്ല. ഈശ്വരന്റെ ശക്തിയെ ദേവി സങ്കല്പത്തിൽ ആരാധിക്കുന്നു. അപ്പോ ഈ മനസ്സിനെ അടക്കാനുള്ള ശക്തി തരുന്ന ദേവിയാ. അതുകൊണ്ടാ പറയുന്നത് അമ്പാതരുന്നു വിജയം. ഈ വിജയം കിട്ടിയ എന്തായി? പാപഭംഗിലമഹംഭാനമാകും. ഈ എന്റെ അഹന്ത മാറുമ്പോൾ എന്റെ ഈ വൻഭാരമാർന്ന തനുവും 10, 58, 60 കിലോ ഒക്കെയുള്ള ശരീരമാകുന്ന ഭാരം വെറും ഒരു ജഡമാണെന്ന് മനസ്സിലാകും. ഈ പ്രപഞ്ചം നശ്വരമാണെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ എന്താ പറയാ, ഭാനമാകും അഖിലം സർവവും. നീ എന്ന സത്യമൊഴികെ സർവവും അസത്യമാണ്, പ്രതീതി മാത്രമാണെന്ന് അറിയുമ്പോൾ ഞാൻ എന്ന ജീവൻ ഈ ലോകത്ത് ജന്മം കിട്ടിയതിൽ വിജയിച്ചു. ഇതല്ലേ മനുഷ്യന്റെ ലക്ഷ്യം, അല്ലേ?
കഴിഞ്ഞ ദിവസം ദേവി മഹാത്മ്യം ക്ലാസ് കേട്ട് പോകുന്ന ഒരു അമ്മയോട് ഞാൻ ചോദിച്ചു. ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാ. രാവിലെ 8 മണിക്ക് വന്നിരുന്നിട്ട് 2 മണി വരെയൊക്കെ കേട്ട് സദ്യം കഴിച്ച് പോകുമ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ അവിടെ പറഞ്ഞേ? ഞാനിപ്പോ ഇവിടെ ചോദിച്ച പോലെ ഒരു ചോദ്യം ചോദിച്ചു, എന്താ പറഞ്ഞേ? അത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. കാരണം എനിക്ക് അടുത്ത ഈ മാസം അവസാനം തൃശ്ശൂർ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ദേവി സങ്കല്പത്തെ കുറിച്ചൊരു പ്രഭാഷണമുണ്ട്. അപ്പൊ ഈ ആളുകൾ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ പൾസ് എന്നറിയാം. എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ക്ലാസ്സിലൂടെ? മക്കളെ ഉണ്ടല്ലോ, ഇല്ലാന്ന് പറയില്ലല്ലോ. അതിന്റെ വെളിച്ചം അടുത്ത അക്കാഡമിക് ഇയറിൽ കാണുമല്ലോ, കാണും. അപ്പോ ലളിതാ സഹസ്രനാമവും ഒക്കെ നിങ്ങൾ 1000 മന്ത്രങ്ങളൊക്കെ നമസ്കരിച്ച് നമ്മുടെ പൂജാമുറി വെക്കണതിന്റെയൊക്കെ മോളിൽ കൊണ്ടുപോയി ജനീൻ അവരുന്ന മഞ്ജരി എടുത്ത് വെച്ചിട്ട് അതിനെ തൊട്ട് വന്ദിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ദേവി കഥ പറയുവേ, ദേവി ഇന്ന് ദാരികാസുരനെ കൊന്നു, ഇന്ന് ദാരികാസുരന് വധാടി കേൾക്കാൻ പോണ്ടേ, ഇന്ന് മഹിഷാസുര കഥ വായിക്കണേ. ഞാൻ ചോദിച്ചേ, ആരാ ഈ ദാരികാസുരനും മഹിഷാസുരനൊക്കെ? അത് ദേവി കൊല്ലുന്ന അസുരനാണേ. ദേവിക്ക് അത്ര ശക്തിയാ. അപ്പോ മഹിഷാസുരൻ, മക്കളെ, മഹിഷാസുരൻ പുറത്തു വരും, ദേവി പുറത്തു വരും. ആരാ മഹിഷാസുരൻ എന്നറിയോ? ആരാ ഭണ്ഡാസുരൻ എന്നറിയോ? മഹിഷാസുരൻ നമ്മളിലിരിക്കുന്ന പോത്തിനെ പോലെ വിവേകമില്ലാതെ സ്വന്തം ജന്മം നൽകിയ മക്കളെ പോലും തിരിച്ചറിയാനാവാതെ നമ്മളിലിരിക്കുന്ന മൃഗീയ വാസനയാ മഹിഷാസുരൻ. പുറത്തുള്ള അസുരനൊന്നും അല്ലത്. ഇത് പഠിക്കാതെ ഈ കഥ കേട്ടിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഇനി മധു ഇന്ന് മധുവസുരനെ കൊല്ലണ കഥയാ. ആരെ മധു? നമ്മുടെ ഉള്ളിലുള്ള മദ്യപാനാസക്തി, ലഹരി മരുന്നിനോടുള്ള ആസക്തി എത്ര നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത വിധം അതിലേക്കൊക്കെ പോകുന്ന നമ്മുടെ മനസ്സാകുന്ന മധു എന്ന അസുരനെ കൊല്ലണമെങ്കിൽ അതിനപ്പുറത്തിരുന്ന ആത്മചൈതന്യമായി പ്രകാശിക്കുന്ന ദേവി ശക്തിക്കേ പറ്റുള്ളൂന്നല്ലേ? അങ്ങനെയാണോ പഠിച്ചേക്കണേ? അല്ല അല്ലേ? ഇനി അങ്ങനെ മനസ്സിലാക്കിക്കോ. മഹിഷാസുരൻ, ദാരികാസുരൻ, ശുംഭനിശുംഭന്മാര്, മധുകൈടവന്മാര്, ധൂമ്രലോചനൻ, ഇതുപോലെയൊക്കെയുള്ള അസുരന്മാരിയ്ക്കുന്നത് നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ നമുക്ക് കാണാമല്ലോ, അമ്മയെ കുഞ്ഞിനെ ഞെരിച്ചു കളയുന്നവരുടെ ഉള്ളിൽ ഇരിപ്പില്ലേ ഭണ്ഡാസുരൻ? ഇരിപ്പില്ലേ? അമ്മയെ കൊല്ലണവരുടെ കയ്യിൽ ഇരിപ്പില്ലേ? ഉള്ളിൽ ഇരിപ്പില്ലേ മഹിഷാസുരൻ? ഈ അസുരനെയൊക്കെ കൊല്ലണമെങ്കിൽ നമ്മുടെ അഹന്ത സമർപ്പിച്ചിട്ട് ദേവി ചൈതന്യത്തെ തെളിച്ചെടുക്കണം. നിങ്ങൾ ഇത് ചൊല്ലിയ കൊണ്ടല്ലേ ഞാൻ ഇത്രയും പറഞ്ഞേ. അതൊരു നിമിത്തായില്ലേ? ഏതായാലും ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമുള്ളതാകണം. പൈസയും കൊണ്ട് പുറത്തേക്ക് അധികം ഓടാനുള്ളതല്ല. ഒറ്റ കാര്യം ഓർത്തോണം, സമ്പാദ്യത്തിന്റെ ഒരംശം ഇവിടെ സമർപ്പിക്കാവൂ. മറ്റൊരു ക്ഷേത്രവും സമ്പന്നമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല എന്നറിയുക. നമ്മുടെ സമ്പത്ത് ഒരു ദൈവത്തിന് ആവശ്യമില്ല എന്നറിയുക. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ജീവിത സുഖഭോഗങ്ങൾ എന്നറിയുക. ഒരു ജോൾസിന്റെയും മുമ്പിൽ പോയി പെട്ടുപോകരുതെന്ന് അറിയുക. ഇങ്ങനെ നല്ല വിശ്വാസങ്ങള്, നല്ല ആചാരങ്ങള് ചെയ്ത് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ ഇവിടെ ഇരുന്ന് അരുളുന്നു. ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശാഖാ ഭാരവാഹികളോടുള്ള എന്റെ സ്നേഹം ആദരവ് അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എൻ്റെ കുഞ്ഞു മക്കൾക്ക് അവരുടെ ബുദ്ധിയൊക്കെ തെളിഞ്ഞ് നല്ല മക്കളായി, നല്ല വലിയ ഈ ലോകത്തെ നയിക്കുന്ന മക്കളായി വളരാൻ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സുകളും കുടുംബങ്ങളും നന്മ നിറഞ്ഞതാകട്ടെ, സുഖമുള്ളതാകട്ടെ, ശാന്തിയുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുവോം തത്സത്.